നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആശ്വാസകരമായ ഒരു വാർത്തയുമായാണ് രാവിലെ ആരംഭിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പശ്ചിമേഷ്യയിലെ സംഘർഷം, ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ ആക്രമണം, ഗൾഫ് രാജ്യങ്ങളിൽ ഇറാന്റെ തിരിച്ചടി, ഇതൊക്കെയായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട വാർത്ത. നമ്മുടെ ഗൾഫ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്കാജനകമായ ദിനങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ താൽക്കാലിക ആശ്വാസം അവിടെ നിന്ന് വരികയാണ്. പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. അമേരിക്കയും ഇറാനും ഇതുമായി ബന്ധപ്പെട്ട ധാരണയിലെത്തിയിരിക്കുന്നു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. 2 ആഴ്ചത്തേക്കാണ് ഈ വെടിനിർത്തൽ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറാന്റെ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടുകൂടിയാണ് ട്രംപ് ഈ കരാറിലേക്ക് എത്തിയിരിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനമാണ്. ശാശ്വതമാണോ ഈ കരാർ എന്നുള്ളതും ട്രംപിൻ്റെയൊക്കെ സ്വഭാവം വെച്ച് എത്രനാൾ ഈ നിർദ്ദേശങ്ങൾ അനുസരിക്കുമെന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണണം. പക്ഷേ സമാധാനം പുലരുന്നു. ഇന്ന് മുതൽ ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്ന കാര്യവും വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുകയാണ്. നമുക്ക് വിശദമായി തന്നെ ആ വാർത്ത നോക്കണം. ആദ്യം തലയ്ക്കുന്നത് പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ, പാക് മധ്യസ്ഥതയിൽ 2 ആഴ്ചത്തേക്കാണ് വെടിനിർത്തൽ. തൽക്കാലത്തേക്ക് ഹോർമുസ് തുറക്കാമെന്ന് ഇറാൻ. കരാർ ചർച്ച ഇസ്ലാമാബാദിൽ. ക്രൂഡ് വില 15% കുറഞ്ഞു. കേരളം നാളെ പോളിംഗ് ബൂത്തിൽ വിധി നിർണ്ണയിക്കുന്നത് 2,72,00,000 വോട്ടർമാർ. 5 ലക്ഷത്തോളം കന്നിക്കാർ, 883 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത്. 2040 പ്രശ്നബാധിത ബൂത്തുകളിൽ കനത്ത സുരക്ഷ. കണ്ണൂരിൽ നിരോധനാജ്ഞ. പ്രളയം മനുഷ്യനിർമ്മിതമെന്ന ആരോപണം ശക്തം. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ശബ്ദരേഖ വ്യാജമെങ്കിൽ രാഷ്ട്രീയം വിടുമെന്ന് മാത്യു കുഴൽനാടൻ. കൂടുതൽ രേഖകൾ പുറത്തുവിടാൻ നീക്കം. രമേശ് ചെന്നിത്തലയെ അധിക്ഷേപിച്ച് AI വീഡിയോ പുറത്തിറക്കിയ സംഭവത്തിൽ കേസ്. ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിന്റെ കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കും. 2 ദിവസത്തേക്ക് കൂടി കസ്റ്റഡി ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം. രഞ്ജിത്തിനെ എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. പശ്ചിമേഷ്യയിൽ താൽക്കാലിക ആശ്വാസം. ഇറാനിൽ 2 ആഴ്ചത്തെ വെടിനിർത്തലിന് തയ്യാറാണെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇപ്പോഴത്തെ നിലപാട്. നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസമായി US ഇതുമായി ബന്ധപ്പെട്ട് ഇറാന് വലിയ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി ഇറാനെ പൂർണ്ണമായും തീർക്കുമെന്നും ഇറാനിൽ നരകം സൃഷ്ടിക്കുമെന്നുമൊക്കെ ആയിരുന്നു ട്രംപ് പറഞ്ഞു വെച്ചത്. ഹോർമുസ് കടലിടുക്ക് തുറക്കാനുള്ള അന്ത്യശാസന സമയം അവസാനിക്കാൻ 1.5 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കുകയാണ് ട്രംപിന്റെ ഈ മനംമാറ്റം എന്ന് വേണം കരുതാൻ. നിർണായക പ്രഖ്യാപനമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റെ മധ്യസ്ഥത ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഹോർമുസ് എത്രയും വേഗം തുറക്കും എന്നുള്ള ഉപാധികളോടെയാണ് ഈ വെടിനിർത്തലെന്ന് ട്രംപ് സോഷ്യൽ മീഡിയയിൽ ട്രൂത്ത് സോഷ്യൽ കുറിക്കുന്ന പശ്ചാത്തലമൊക്കെയുണ്ട്. വെടിനിർത്തൽ അംഗീകരിച്ച ഇറാനും പറയുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് ഇറാൻ സൈന്യത്തിന്റെ സഹായത്തോടെ, നിയന്ത്രണത്തോടെ ആയിരിക്കും തുറക്കുക. മേഖലയിൽ കപ്പൽ ഗതാഗതം തങ്ങൾ നിയന്ത്രിക്കുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി വ്യക്തമാക്കി. അജയ് സുധ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് അമേരിക്കയാണ് കടുപിടുത്തം പിടിച്ചത്. യുദ്ധം തുടങ്ങിയത് അമേരിക്കയും ഇസ്രായേലുമാണ്. തങ്ങൾ ഒരിക്കലും യുദ്ധം ആരംഭിച്ചിട്ടില്ല എന്ന് ഇറാൻ തുടർച്ചയായി പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇറാന്റെ നിർദ്ദേശങ്ങൾ, 10 നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ വെടിനിർത്തൽ സന്നദ്ധരായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് അമേരിക്കയുടെ ഒരു പരാജയമാണ്, സംശയമില്ല. കാരണം അമേരിക്ക മുന്നോട്ട് വെച്ച ഒരു കാര്യവും അംഗീകരിക്കാൻ, ഇപ്പോൾ ഹോർമുസ് ഒഴിച്ചുള്ള കാര്യങ്ങൾ അംഗീകരിക്കാൻ ഇറാൻ തയ്യാറായിട്ടില്ല എന്ന് ശ്രദ്ധേയമാണ്. രഞ്ജിത്ത്, എന്തായാലും നിലവിലെ സ്ഥിതിഗതികൾക്ക് ആശ്വാസമുണ്ട്. പശ്ചിമേഷ്യയിലെ സ്ഥിതി നിലവിൽ 2 ആഴ്ചത്തേക്ക് ശാന്തമാകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പോൾ മലയാളികളടക്കം ലോകമെമ്പാടുമുള്ള നിരവധി ജനങ്ങൾ ശ്രദ്ധയോടെ നോക്കിക്കണ്ട യുദ്ധമായിരുന്നു. പ്രത്യേകിച്ച് മലയാളികളുടെ കാര്യം എടുത്തു പറഞ്ഞാൽ മറ്റ് നിരവധി സംഘർഷങ്ങൾ, ഇപ്പോൾ റഷ്യയും യുക്രൈനുമായിട്ടുള്ള സംഘർഷം, അതുപോലെ ഇസ്രയേലിൻ്റെ ഗാസയിലുള്ള ആക്രമണം, ഇത്തരം കാര്യങ്ങളെല്ലാം മലയാളികൾക്ക് വെറും വാർത്തയായിരുന്നുവെങ്കിൽ ഇത് ഒരുപാട് ഒരു പേഴ്സണലായിട്ട്
മലയാളികൾ നോക്കിക്കണ്ട ഒരു സംഘർഷമായിരുന്നു. എന്തായാലും ആ ഒരു സംഘർഷം നിലവിൽ അവസാനിക്കുന്നു. നിലവിൽ ഒരു ആശ്വാസത്തിന്റെ സിഗ്നലാണ് നമുക്ക് ലോക നേതാക്കളിൽ നിന്ന് ലഭിക്കുന്നത്. പാകിസ്ഥാൻ ഈ സംഘർഷം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ആദ്യം മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. അമേരിക്കയുമായിട്ടും ഇറാനുമായിട്ടുള്ള ചർച്ചകൾ അവർ തുടർന്നു വന്നിരുന്നു. ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വെച്ചിരുന്ന ഒരു ടൈം പീരീഡ്, അതായത് അമേരിക്കൻ സമയം ഇന്നലെ രാത്രി 8 മണിക്ക് ശേഷം ഇറാനെ ശക്തമായി തന്നെ ആക്രമിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതും അദ്ദേഹത്തിന്റെ പിന്നീടുള്ള രണ്ടാമത് ഇന്നലെ ഏതാണ്ട് ഇന്ത്യൻ സമയം വൈകുന്നേരത്തോടെ അദ്ദേഹം ട്രംപ് ഇട്ട പോസ്റ്റ് എന്ന് പറയുന്നത് വളരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഒരു സിവിലൈസേഷൻ മുഴുവൻ ഇന്നത്തെ അമേരിക്കൻ ആക്രമണത്തിലൂടെ ഇല്ലാതാകാൻ പോകുന്നു എന്നൊരു മുന്നറിയിപ്പാണ് ട്രംപ് നൽകിയത്. അതിന് പിന്നാലെ തന്നെ പാകിസ്ഥാന്റെ ഇടപെടൽ ഉണ്ടാകുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫ് അദ്ദേഹം പറയുന്നു അമേരിക്കൻ ആക്രമണങ്ങൾ അത് കുറച്ചുകൂടി നീട്ടിവെക്കണം, ആ ഒരു പീരീഡിൽ ചർച്ചകൾ പുനരാരംഭിക്കാം എന്നെല്ലാം ഈ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് അഭ്യർത്ഥനയുണ്ടായിരുന്നു. ഷഹബാസ് ഷെരീഫ് ഇത് എക്സ് വഴി ഇക്കാര്യം പോസ്റ്റ് ചെയ്യുകയുൾപ്പെടെ ചെയ്തിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ, അതായത് ഈ അമേരിക്കൻ സമയം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ ആക്രമണങ്ങൾ ആരംഭിക്കുന്നതിന് തൊട്ട് 1.5 മണിക്കൂർ മുൻപാണ് ട്രംപ് നിലവിൽ ഇറാന് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നു എന്നൊരു സന്ദേശം തൻ്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് വഴി നൽകിയത്. ഇപ്പോൾ ഇന്ത്യൻ സമയത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് പുലർച്ചെ 5:30 ആക്രമണങ്ങൾ ആരംഭിക്കേണ്ടിയിരുന്നത്. 4 മണിയോടെയാണ് ട്രംപിൻ്റെ ഈ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് വരുന്നത്. അതിൽ ട്രംപ് പറയുന്നു പാകിസ്ഥാന്റെ അഭ്യർത്ഥന മാനിച്ച് 2 ആഴ്ചത്തേക്ക് അമേരിക്ക ഈ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നുവെന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു 2 ഭാഗത്തു നിന്നുള്ള വെടിനിർത്തൽ ഉണ്ടാകും. അതുപോലെ തന്നെ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി തുറക്കുമെന്ന് ഇറാൻ അംഗീകരിച്ചതായിട്ടും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം തൻ്റെ പോസ്റ്റിൽ US-ൻ്റെതായിട്ടുള്ള ചില അവകാശവാദങ്ങളാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് US-ൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും ഫലം കണ്ടു, പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനായി എന്നെല്ലാം ട്രംപ് ആ ഒരു പോസ്റ്റിൽ താഴേക്ക് പറയുന്നുണ്ട്. അതായത് ഈ ഏതാണ്ട് കുറേ US മുന്നോട്ട് വെച്ച കുറേ വ്യവസ്ഥകൾ ട്രംപിന് പിന്നീട് മറക്കേണ്ടി വന്നെങ്കിലും US-ന്റെ ലക്ഷ്യങ്ങൾ ഫലം കണ്ടു എന്ന് പറയാൻ തൻ്റെ പുതിയ പോസ്റ്റിലൂടെ അദ്ദേഹം മറന്നിട്ടില്ല. ആ ഒരു പോസ്റ്റിലും സ്വയം ഒന്ന് ബൂസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ട്രംപ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഇതിൽ എടുത്തു പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇറാൻ ഒരു 10 നിർദ്ദേശങ്ങൾ തങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇത് തുടർന്നുള്ള ചർച്ചകളിൽ തങ്ങൾ പരിഗണിക്കും എന്നതാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും US നിലവിൽ ഇറാൻ മുന്നോട്ട് വെച്ച ഈ 10 നിർദ്ദേശങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല. 15 നിർദ്ദേശങ്ങളാണല്ലോ അജയ് നേരത്തെ അമേരിക്ക മുന്നോട്ട് വെച്ചിരുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ആണവ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട് പുറകോട്ട് പോകണം, ആണവ കരുത്ത് അതില്ലാതാക്കാൻ ശ്രമിക്കണം, ഒപ്പം ഈ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഉപരോധമടക്കമുള്ള കാര്യങ്ങളിൽ നിയന്ത്രണം അതേപടി തുടരും എന്നുള്ള കാര്യമുണ്ടായിരുന്നു. ഹോർമുസ് കടലിടുക്കിന് നിയന്ത്രണം തങ്ങൾക്ക് നൽകണം എന്ന് അമേരിക്കയുടെ ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അംഗീകരിക്കാതെ ഇന്നലെ രാത്രി വൈകി വന്ന ഈ വിവേകം അല്ലെങ്കിൽ ഈ മനംമാറ്റം ട്രംപിന് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമ്മളിനിയും കാത്തിരുന്ന് കാണണം. ഞാൻ മനസ്സിലാക്കുന്ന ഇസ്രായേലിന് ഇതുമായി ബന്ധപ്പെട്ട് ചില അസംതൃപ്തികൾ ഉണ്ടായെന്നുള്ള വാർത്തകൾ കൂടി ചില വിദേശ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന പശ്ചാത്തലമുണ്ട്. ഏകപക്ഷീയമായ ഒരു തീരുമാനം ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായി. കാരണം ആക്രമണം സംയുക്തമായാണല്ലോ ആരംഭിച്ചത്, ഇസ്രായേലും ഇസ്രായേലിനോട് ആശയവിനിമയം നടത്താതെയാണോ ട്രംപിന്റെ ഈ പ്രഖ്യാപനം എന്നുള്ള സംശയം ഉയരുന്നുണ്ട്. ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രതികരണങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. എങ്കിലും ലെബനിലേക്കുള്ള ആക്രമണങ്ങൾ തുടരും എന്ന് തന്നെയാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഇറാനെ ആക്രമിക്കുന്നത് നിർത്തിയാലും ലെബനനിൽ ഹിസ്ബുള്ള ഗ്രൂപ്പിന് നേരെയുള്ള ആക്രമണങ്ങൾ തുടരാൻ തന്നെയാണ് ഇസ്രായേലിന്റെ തീരുമാനം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലെബനനിൽ നിലവിൽ ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിലും അവിടെ സംഘർഷങ്ങൾ തുടരുന്നു എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇറാൻ മുന്നോട്ട് വെച്ച ഒരു 10 നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. അമേരിക്കയുടെ ഒരു 15 നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. എന്തായാലും ഈ 2 ഇന നിർദ്ദേശങ്ങളും നിലവിൽ ചർച്ചയാകും എന്നതാണ് നമുക്ക് ഈ നേതാക്കളുടെ പോസ്റ്റുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ട്രംപിന്റെ ഈ പോസ്റ്റിന് തൊട്ടു പിന്നാലെ ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചി ഒരു പത്രക്കുറിപ്പ് പുറപ്പെടുവിച്ചിരുന്നു. ഈ ഒരു പത്രക്കുറിപ്പിലും അബ്ബാസ് അറക്ചി വ്യക്തമാക്കുന്നത് നിലവിലെ ഈ ഒരു 15 നിർദ്ദേശങ്ങളും അതുപോലെ 10 നിർദ്ദേശങ്ങളുടെ കാര്യവും അബ്ബാസ് അറക്ചി വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഇറാൻ മുന്നോട്ട് വെച്ച 10 നിർദ്ദേശങ്ങളും അമേരിക്കയുടെ 15 പോയിന്റ്സും അതും ഇനി മുന്നോട്ട് വരുന്ന ചർച്ചകളിൽ അത് ധാരണയാകും, അത് ചർച്ച ചെയ്യും എന്നത് ഉൾപ്പെടെയാണ് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുള്ളത്. ട്രംപും ഈ ഒരു പത്രക്കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു കാലാവധിക്കുള്ളിൽ ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകുമെന്നും അബ്ബാസ് അറക്ചി വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, ഇതിലേറ്റവും നിർണായകമായ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഹോർമുസ് കടലിടുക്ക് തുറക്കും എന്ന് തന്നെ ഇറാൻ വ്യക്തമാക്കി.
വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് ഇറാൻ സൈന്യത്തിന്റെ സഹായത്തോടെ പൂർണ്ണമായി തുറക്കും എന്ന് അബ്ബാസ് അറക്ചി വ്യക്തമാക്കി. മാത്രമല്ല ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ച 2 ആഴ്ച കാലയളവിൽ ഇറാൻ ആയിരിക്കുമെന്നും അബ്ബാസ് അറക്ചി ആ പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. തീർച്ചയായും ഏതായാലും പാകിസ്ഥാനിൽ വെച്ചാണ് ചർച്ചകൾ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. വരുന്ന വെള്ളിയാഴ്ച മുതൽ പാകിസ്ഥാനിൽ ചർച്ചകൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ചർച്ചകളിൽ ഇരുപക്ഷവും സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. പാകിസ്ഥാന്റെ മധ്യസ്ഥത ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് അമേരിക്ക ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. തന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ പാകിസ്ഥാന് ഇതുമായി ബന്ധപ്പെട്ട് നന്ദി അറിയിച്ചിട്ടുണ്ട്. സമാനമായി തന്നെ ഇറാനും ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ ഇടപെടലിലുള്ള നന്ദി അറിയിക്കുന്ന പശ്ചാത്തലമൊക്കെയുണ്ട്. അപ്പോൾ ഇനി ഈ വ്യവസ്ഥകൾ ഊന്നിയുള്ള ചർച്ചകൾ അതാണ് പ്രധാനം. തൽക്കാലത്തേക്ക് ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്ന് കരുതാം പരസ്പരം, പക്ഷെ അതൊക്കെ എത്ര നാളെ നീണ്ടു നിൽക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഈ വ്യവസ്ഥകളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ചർച്ചകൾ അത് അംഗീകരിക്കപ്പെടുക എന്നുള്ളതൊക്കെയാണ് പ്രധാനം. അജയ്, അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. ഇപ്പോൾ ആകെ ഒരു വ്യവസ്ഥ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് ഹോർമുസ് തുറന്നു കൊടുക്കുമെന്നുള്ളതാണ്. പക്ഷേ ആ നിയന്ത്രണം പൂർണ്ണമായും ഇറാന്റെ ഭാഗത്തായിരിക്കും, സംശയമില്ല. ഇറാൻ പൂർണ്ണമായും നിയന്ത്രിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് ഹോർമുസ് പോകുമ്പോൾ അത് അമേരിക്കൻ താല്പര്യത്തിന് വിരുദ്ധമാണ് താനും. ട്രംപ് എന്ത് ആവശ്യപ്പെട്ടോ അതിന് കടകവിരുദ്ധമാണ്. പക്ഷേ ട്രംപിന് സമ്മതിക്കേണ്ടി വരുന്ന പശ്ചാത്തലവും ഒരുങ്ങുകയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഹോർമുസ് കടലിടുക്കിന്റെ വിഷയത്തിൽ തന്നെ അമേരിക്ക വല്ലാതെ സമ്മർദ്ദത്തിലായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്ക് നടന്ന ആക്രമണങ്ങൾ, അതുപോലെ തന്നെ ഹോർമുസിന്റെ നിയന്ത്രണം ഇറാൻ പൂർണ്ണമായി ഏറ്റെടുത്തത്, ഇത് രണ്ടും അമേരിക്കയെ വല്ലാതെ പിടിച്ച് കുലുക്കിയിട്ടുണ്ട്. ഇത് അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ പലതും ഇറാന്റെ സുഹൃത്ത് രാജ്യങ്ങളായതിനാൽ തന്നെ ഇറാൻ അവിടേക്ക് ഒരു ആക്രമണം നടത്തില്ല എന്നാണ് US ആദ്യം തന്നെ കരുതിയിരുന്നത്. എന്നാൽ മറ്റ് ഗൾഫ് നാടുകൾ ഇറാന്റെ ആക്രമണം ഉണ്ടാകുന്നു. ഹോർമുസ് കടലിടുക്ക് അവർ പൂർണ്ണമായി നിയന്ത്രിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കാരണം ട്രംപ് പലതവണ ഹോർമുസിന്റെ നിയന്ത്രണം അത് തങ്ങൾ ഏറ്റെടുക്കില്ല, മറ്റ് അതുവഴി ഗതാഗതം നടത്തുന്ന മറ്റ് രാജ്യങ്ങൾ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം, അങ്ങനെയെല്ലാം ട്രംപ് പിന്നീട് പല പ്രസ്താവനകൾ ഇറക്കിയിരുന്നു. എന്നാൽ നിരന്തരം അദ്ദേഹത്തിന് ഹോർമുസ് വിഷയത്തിൽ തന്നെ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിന് തൊട്ടു പിന്നാലെയാണ് കടുത്ത അധിക്ഷേപ പരാമർശങ്ങളോടെ ട്രംപ് ഹോർമുസ് തുറക്കണം എന്ന് ഇറാനോട് ആവശ്യപ്പെട്ടത്. ഇല്ലെങ്കിൽ ശക്തമായ ആക്രമണം നടത്തും എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. എന്തായാലും ഹോർമുസിന്റെ വിഷയത്തിൽ വിജയം ഇപ്പോൾ നിലവിൽ ഇറാനാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇറാൻ ഈ ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായി ഇറാൻ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ തന്നെ തുറക്കും. ഈ ഹോർമുസിന്റെ നിയന്ത്രണം വെടിനിർത്തൽ പ്രഖ്യാപിച്ച 2 ആഴ്ച കാലയളവിൽ ഇറാൻ ആയിരിക്കുമെന്നും അവർ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്. പിന്നെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇറാന്റെ 10 നിർദ്ദേശങ്ങൾ, US-ന്റെ 15 നിർദ്ദേശങ്ങൾ, ഇതിൽ ഒരുപാട് കോൺട്രഡിക്ടറി ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇനി വെള്ളിയാഴ്ച മുതൽ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ചകളിൽ എങ്ങനെയാകും ധാരണയാകുന്നത് എന്നുള്ളത് വളരെ ആകാംക്ഷയുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ആണവ ഊർജത്തിന്റെ കാര്യം. ഇറാൻ പറയുന്ന ഒരു പോയിന്റ്, ഇറാന്റെ 10 പോയിന്റ്സിലുള്ള ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത് ഇറാന് അവരുടെ ആണവ സ്വാതന്ത്ര്യം, അത് പൂർണ്ണമായി ഇറാന്റെ ആണവ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കണം. അതും യുറേനിയം എൻറിച്ച്മെന്റ്, യുറേനിയം സമ്പുഷ്ടീകരണം എന്നതുൾപ്പെടെ ഈ ഇറാന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കണം എന്നതാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. എന്നാൽ അമേരിക്കയുടെ ആദ്യ പോയിന്റ്സിൽ ഒന്നാണ് ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം പരിമിതിപ്പെടുത്തണം എന്നുള്ളത്. അതുമാത്രമല്ല അന്താരാഷ്ട്ര ആണവ പരിശോധനകൾക്ക് ഇറാൻ വിധേയമാകണമെന്ന് US പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല ഇറാൻ ഒരു കാരണവശാലും ആണവായുധം നിർമ്മിക്കാൻ പാടില്ല എന്നതും US-ന്റെ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമാണ്. അതൊക്കെയാണ് ഈ സമാധാനത്തിലേക്ക് എത്തിച്ചത്. പക്ഷെ അപ്പോഴും ട്രംപ് വഴങ്ങേണ്ടി വന്നു എന്നുള്ളത് ഏറ്റവും നിർണായകമായ ഒന്നായി മാറുന്ന പശ്ചാത്തലമുണ്ട്. അജയ് പറയുന്നത് പോലെ നിർദ്ദേശങ്ങൾ വെച്ചത് ട്രംപാണ്. ഞങ്ങളുടെ ഇത്തരം 15ഓളം ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ യുദ്ധം നിർത്തില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് ട്രംപാണ്. ഏറ്റവും ഒടുവിൽ ട്രംപിന് ഇറാന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് യുദ്ധത്തിൻ്റെ ഒരു ആകെത്തുകയായി നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഏതാണ്ട് 5000-ഓളം ആളുകൾ കൊല്ലപ്പെട്ട, സാധാരണക്കാർ അടക്കം 5000-ഓളം ആളുകൾ കൊല്ലപ്പെട്ട ഒരു യുദ്ധമാണ്. 41ാമത്തെ ദിവസമാണ് ഈ യുദ്ധം ഇത്തരത്തിൽ അവസാനിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് വരും ബുള്ളറ്റിനുകളിലും പങ്കുവെക്കാം. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.
നമുക്കിനി തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് വളരെ പെട്ടെന്ന് പോകണം. ഇന്നിപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്ന വലിയ പ്രചരണ കോലാഹലങ്ങൾക്ക് ശേഷം ഇന്ന് സ്ഥാനാർത്ഥികളൊക്കെ ഒന്ന് സ്വസ്ഥമായിട്ടുള്ള പ്രചരണം നടത്തുന്ന ദിവസമാണ്, നിശബ്ദ പ്രചരണമാണ്. പക്ഷേ വലിയ നിയന്ത്രണങ്ങൾ പതിവിന് വിപരീതമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. താരപ്രചാരകരോ നേതാക്കളോ ഒന്നും മാധ്യമങ്ങളെ ഇന്ന് കാണരുത് എന്നുള്ള കർശന നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ട്. സ്ഥാനാർത്ഥികൾക്ക് സംസാരിക്കാമെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ അറിഞ്ഞ ലിസ്റ്റ് അനുസരിച്ച് താരപ്രചാരകർക്കും നേതാക്കൾക്കും മാത്രമാണ് നിയന്ത്രണമുള്ളത് എന്നുള്ളതാണ്. ഏതായാലും കേരളം ആര് ഭരിക്കും എന്ന് വിധി എഴുതാൻ ഇനി ഒരു ദിവസം മാത്രം, മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഉത്സവത്തിൻ്റെ ഭാഗമാകാൻ വോട്ടർമാർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തും. ഇന്നിപ്പോൾ നിശബ്ദ പ്രചാരണത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നത് കാത്തിരുന്ന് കാണണം. വലിയ അടിയൊഴുക്കുകൾ നടക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഡീലിൽ തുടക്കമിട്ട് മാത്യു കുഴൽനാടൻ ഉയർത്തിയ ഡാം വിവാദം വരെ നീണ്ടു നിൽക്കുന്ന ആരോപണങ്ങളുണ്ട്. ഇതൊക്കെ ജനങ്ങളുടെ മനസ്സിലേക്ക് എങ്ങനെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് കാത്തിരുന്ന് കാണണം. മുഖ്യമന്ത്രിയെ രേവന്ത് റെഡ്ഡി കളിയാക്കിയതും മുഖ്യമന്ത്രിയുടെ തിരിച്ചുള്ള ഡാഷ്ബോനെ പ്രതികരണമൊക്കെ കേരളീയ സമൂഹത്തിൽ ചർച്ചയാകുന്ന പശ്ചാത്തലമൊക്കെയുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ കേന്ദ്രങ്ങളിൽ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, സാരംഗ്, നവമി, ശരണ്യ, ബൈജു, CV അനുമോദ്, വിനീഷ്, ശശിനാരായണൻ, MS സനീഷ് കുമാർ എന്നിവർ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും. ആദ്യം നമുക്ക് അനുമോദിലേക്ക് ഒന്ന് പോകണം. അനുമോദ്, നേരത്തെ നമ്മൾ ഇന്നലെയൊക്കെ സംസാരിച്ചതുപോലെ പച്ചക്കടലിൽ നിന്നാണ് അനുമോദ് സംസാരിക്കുന്നത്. ലീഗിൻ്റെ കോട്ടയാണ്, അവിടെ മറ്റത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷെ ചുരുക്കം ചില മണ്ഡലങ്ങളിലെങ്കിലും CPM പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങൾ കൂടിയുണ്ട്. ഈ പുറത്തു വന്ന വിവാദങ്ങളൊക്കെ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്തെ ബാധിച്ചത്? ഡീൽ മുതൽ ഏറ്റവും ഒടുവിൽ ഡാം തുറക്കുന്ന വിഷയം വരെ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ ഇരു മുന്നണികൾക്കുമായല്ലോ. തീർച്ചയായും രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മലപ്പുറത്ത് UDF സംബന്ധിച്ച് വലിയ പ്രതീക്ഷകൾ തന്നെയാണുള്ളത്. പക്ഷേ ചില മണ്ഡലങ്ങളിലൊക്കെ നല്ല പോരാട്ടം നടക്കുന്നുണ്ട്. അത്തരത്തിൽ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലത്തിലാണ് ഞാനുള്ളത്, പെരിന്തൽമണ്ണയിലാണ്. ഇവിടെ നജീബ് കാന്തപുരം UDF സ്ഥാനാർത്ഥി അതിരാവിലെ തന്നെ നിശബ്ദ പ്രചരണ ദിവസം അദ്ദേഹത്തിൻ്റെ പ്രചരണങ്ങൾക്ക് ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം മണ്ഡലത്തിൽ ശേഷിക്കുന്ന ഇടങ്ങളിൽ ചെന്ന് ആളുകളെ നേരിൽ കണ്ട് വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഓരോ ഇടങ്ങളിലും അദ്ദേഹം നേരിട്ടെത്തുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തകരുണ്ട്. ഇവിടെ വലിയ തോതിൽ തന്നെ വിവാദങ്ങളൊക്കെ, പല തരത്തിലുള്ള വിവാദങ്ങൾ ചർച്ച ചെയ്തു പോയതാണ്. ഏറ്റവും അവസാനമായിട്ട് ഓരോ താനൂർ കേന്ദ്രീകരിച്ച് V അബ്ദുറഹ്മാൻ്റെ പ്രസ്താവനയൊക്കെ തന്നെ വലിയ തോതിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാവുന്ന സാഹചര്യം. പൊന്നാനിയും തവനൂരും കടുത്ത പോരാട്ടം നിൽക്കുന്ന സാഹചര്യം. ഇപ്പോൾ നജീബ് കാന്തപുരം തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നജീബ് ഖാൻ, ഇതിപ്പോൾ നിശബ്ദ പ്രചരണ ദിവസമായിട്ട് എങ്ങനെയാണ്? അല്ല, ഞങ്ങൾ പേഴ്സണലായിട്ട് കാണാൻ പറ്റുന്ന ആളുകളൊക്കെ കാണാൻ, ഇത് ശരിക്കും എൻ്റെ ഏറ്റവും അയൽവാസികളാണ്. അപ്പം നമ്മൾ അവസാനം കയറാന്നുള്ള നിലയ്ക്ക്, പ്രത്യേകിച്ചും ഞങ്ങൾ പ്രചരണത്തിനിടയിൽ ഇപ്പം എനിക്ക് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത ആളുകളാണ്, പിന്നെ എന്നോട് ഏറ്റവും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പം അങ്ങനത്തെ കുറച്ച് ആളുകളെ കാണാം. എന്താണ് ഈ സമയത്തുള്ള ഒരു പ്രതീക്ഷ? എത്രമാത്രം വിജയപ്രതീക്ഷയാണ് വന്നത്? അല്ല, വിജയപ്രതീക്ഷയിൽ യാതൊരു സംശയവുമില്ല. കാരണം കഴിഞ്ഞ പിണറായി വിജയൻ്റെ 2ാം സർക്കാർ വരുന്ന തരംഗകാലത്ത് പോലും പെരിന്തൽമണ്ണ നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ പെരിന്തൽമണ്ണയുടെ കാര്യത്തിൽ യാതൊരു ആശങ്കയില്ല. അന്ന് ഞാൻ വരുമ്പോൾ വളരെ അപരിചിതനായിരുന്നു. ഇന്ന് ഞാൻ വീട്ടുകാരനാണ്. ഞാനിപ്പോൾ കണ്ടില്ല, എൻ്റെ കൂടെ നടക്കുന്ന ഓരോരുത്തരും എനിക്ക് പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന അത്ര ആത്മബന്ധമുണ്ട്. മാത്രമല്ല ഇവരൊക്കെയും ഇത് എൻ്റെ അയൽവാസികളാണ്, എൻ്റെ തൊട്ടടുത്ത ആളുകൾ. നമ്മളിപ്പോൾ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ എല്ലാവരും കൂടെയാണ് ഇന്ന് ഇറങ്ങിയിട്ട്. കല്യാണ വീട്ടിലും മരണ വീട്ടിലും മാത്രം പോകുന്ന MLA എന്നാണ്. അല്ല, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, ഞാൻ ഈ നാട്ടിലെ ജനങ്ങളെ സന്തോഷത്തിനും ദുഃഖത്തിനും ഒക്കെ കൂടെ നിൽക്കാൻ പരമാവധി ശ്രമിക്കുന്ന ആളാണ്. അതിൽ ഞാൻ സന്തോഷം കണ്ടെത്തുന്ന ആളാണ്. നമ്മളിപ്പോൾ കല്യാണ വീട്ടിലും മരണ വീട്ടിലും പോകുന്ന ഒരു കുറ്റമായിട്ടാണ് CPM തോന്നുന്നതെങ്കിൽ ആ കുറ്റനും ഞാൻ തുടരും. ഇന്നലെ പിണറായി വിജയന്റെ പ്രസ്താവന ശ്രദ്ധപ്പെട്ടു കാണാം രേവന്ത് റെഡ്ഡി, എങ്ങനെ കാണുന്നു? അല്ല, പിണറായി പൊതുവേ പറയാറുള്ളത് നിങ്ങൾക്കറിയാലോ, നിയമസഭയിലുണ്ടായ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഒരു സംസാര ഭാഷ എല്ലാം അറിയാം. പിന്നെ ഇതൊക്കെ ഒരു നാടകമാണ്. ഇപ്പം ശരിക്കും നടക്കുന്നത് CPM ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു കൃത്യമായ ഡീൽ BJP ആയിട്ട് ഉണ്ടാക്കിയിട്ട് പോകാമെന്നുള്ള, അതിന് പൊടിക്കൈകൾ പലതും ഉപയോഗിക്കുന്നു എന്ന് മാത്രം. പക്ഷേ ആ ഡീലൊന്നും കേരളത്തിൽ നടക്കില്ല. കേരളം ഇന്ന് പ്രബുദ്ധരായിട്ടുള്ള മനുഷ്യരുടെ ഒരു നാട്. അങ്ങനെ നോക്ക്, ഒരു കുട്ടിക്ക് പോലും എത്ര ക്ലാരിറ്റി ഉള്ള പൊളിറ്റിക്സ് ഉണ്ട്. കാരണം CPMനകത്ത് ഇപ്പോൾ ഇടതുപക്ഷം മനസ്സുള്ള എത്രയോ ആളുകൾ എന്നോട് പറഞ്ഞു, ഈ ഭരണം ഒന്ന് മാറി കിട്ടിയാൽ മതി. ഞങ്ങൾ മനസ്സിലാക്കുന്നതിലപ്പുറത്ത് ഈ ഭരണം ആ പാർട്ടിയെ നശിപ്പിച്ചിട്ടുണ്ട്. ആ പാർട്ടിയുടെ അകത്ത് ഇപ്പം നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, അവർക്ക് നേതാക്കൾ കുറച്ച് ആൾക്ക് സുഖിക്കാൻ മാത്രമാണ് ഭരണമെന്നും
ഈ പാർട്ടി അതുകൊണ്ട് തകരുകയാണെന്നും വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം CPM പ്രവർത്തകരുണ്ട്. ഉറപ്പായിട്ടും. കാരണം അവർ കാത്തിരിക്കുന്നു. ഇപ്പം നോക്കൂ, പ്രത്യക്ഷമായിട്ട് G. സുധാകരൻ മുതൽ പിന്നെ കുഞ്ഞികൃഷ്ണൻ മുതലുള്ള ലീഡേഴ്സ്, PK ശശിയുടെ മത്സരിക്കുന്ന 3 നേതാക്കന്മാർ, 4 നേതാക്കന്മാർ, ഐഷ പോറ്റി 5 നേതാക്കന്മാർ. അല്ല, ഞാൻ പറയുന്നത് ഇതൊക്കെ ഒരു നാടകത്തിൻ്റെ ഭാഗമാണ്. പിണറായി മോദിക്കെതിരെ പറയുന്നതും മോദിയും പിണറായിയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് എല്ലാവർക്കും അറിയാം. ഇന്നേ വരെ പിണറായി വിജയനെതിരായിട്ട് ഒരു നടപടി, എത്ര മുഖ്യമന്ത്രിമാർക്കെതിരെ എന്തെല്ലാം നടപടികൾ വന്നു. വളരെ ക്രിസ്റ്റൽ ക്ലാരിറ്റി ഉള്ള അഴിമതി ആരോപണം അദ്ദേഹത്തിനും കുടുംബത്തിനൊക്കെ നേരെ ഉണ്ടായിട്ടും ഇതുവരെ ഒരു കേന്ദ്ര ഏജൻസി അതിൽ തീർച്ചയായും അവിടെ വലിയ മത്സരം നടക്കുന്ന ഒരു മണ്ഡലത്തിലാണ് ഇപ്പോൾ CV അനുമോദ് ഉള്ളത്. സ്ഥാനാർത്ഥി സംസാരിക്കുകയായിരുന്നു. അവർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. നമുക്ക് സാരംഗ് സുധാകരനിലേക്ക് ഒന്ന് പോകണം. തെക്കൻ കേരളത്തിലെ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തേക്ക് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. സാരംഗ്, ഇന്നലെ വലിയ ആവേശത്തിലായിരുന്നു കൊട്ടിക്കലാശം. നമ്മൾ വട്ടിയൂർക്കാവിലും അരുവിക്കരയിലും തിരുവനന്തപുരം സെൻട്രലിലുമൊക്കെയുള്ള സ്ഥാനാർത്ഥികളുടെ ആവേശം നമ്മൾ കണ്ടതാണ്. പ്രവചനാതീതമായ മത്സരം നടക്കുന്ന നിരവധി മണ്ഡലങ്ങളുണ്ട്. 3 മുന്നണികളും പ്രതീക്ഷ അർപ്പിക്കുന്ന സ്ഥലങ്ങളാണ്. ഈ ഇത്രയും ദിവസത്തെ വലിയ പ്രചണ്ഡമായ പ്രചാരണത്തിന് ശേഷം ഇന്ന് എന്തൊക്കെയാണ് സ്ഥാനാർത്ഥികളുടെ പരിപാടികൾ? ആരെങ്കിലുമായി സംസാരിക്കാൻ പറ്റിയോ? ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രധാനപ്പെട്ട വോട്ടുകൾ ഉറപ്പിക്കുക എന്ന ലക്ഷ്യം തന്നെ ആയിരിക്കും. അതിനുള്ള എന്തൊക്കെ പദ്ധതികൾ 3 മുന്നണികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്? രഞ്ജിത്ത്, തീർച്ചയായും ഇന്നത്തെ ഒരു ദിവസം കൂടിയാണ് ഇനി ബാക്കിയുള്ളത്. അതും നിശബ്ദ പ്രചാരണമാണ്. അതിൽ പ്രധാനമായും ഈ സാമുദായിക നേതാക്കളായിക്കോട്ടെ നേരിട്ട് എത്താൻ കഴിയാത്ത പല സ്ഥലങ്ങളുമുണ്ട്. കാരണം ചുരുങ്ങിയ ദിവസം മാത്രമാണ് ലഭിച്ചിരുന്നത് പ്രചാരണത്തിനും ഈ ഒരു ജനങ്ങളിലേക്ക് ഇറങ്ങാനടക്കം. അതുകൊണ്ട് ഫോൺ മുഖാന്തരമടക്കം അവരെ ബന്ധപ്പെടുക, ഒപ്പം വലിയ രീതിയിലുള്ള ചെറിയ ഭാഗങ്ങളിലേക്ക് അടക്കം എത്താൻ ശ്രമിക്കുക എന്നടക്കമുള്ള രീതിയിലാണ് ഇവിടെ പ്രധാനമായും പ്രചാരണത്തിൻ്റെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങൾ. അതിനൊപ്പം തന്നെ പരമാവധി വോട്ടർമാരെ ബൂത്തുകളിലേക്ക് എത്താൻ വേണ്ടി ബൂത്ത് ലെവൽ ഏജന്റുമാരെ നിയമിക്കുക. ഒപ്പം ഈ ഒരു EVM മെഷീനുകളുടെ വിതരണം ഇന്ന് 8 മണിക്ക് ആരംഭിക്കും. അതായത് 14 മണ്ഡലങ്ങളിലെയും EVM വിതരണം, അതായത് പല ബൂത്തുകളിലേക്കുമുള്ള EVM വിതരണം പല കേന്ദ്രങ്ങളിലായി, സ്കൂളുകളിലും മറ്റുമായിട്ടുള്ള പല കേന്ദ്രങ്ങളിൽ നിന്നും ഇന്ന് വിതരണം നടക്കും. അതിനൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഇന്ന് തെരഞ്ഞെടുപ്പ് വിളംബര ജാഥ വൈകുന്നേരം 5 മണിക്ക് നടത്തുന്നുണ്ട്. കാരണം നമുക്കറിയാം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലടക്കം രത്തൻ യു ഖേൽക്കർ അടക്കം നേരിട്ടിറങ്ങി പരമാവധി വോട്ടർമാർ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി ഇതിൽ പങ്കാളികളാകണമെന്ന അഭ്യർത്ഥിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയയിലടക്കം ക്യാമ്പയിൻ അടക്കം നടത്തിയിരുന്നു. അതിനു വേണ്ടി പല രീതിയിലുള്ള ക്യാമ്പയിൻ പരിപാടികളടക്കം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. അതിൻ്റെ തുടർച്ചയായി ഇന്ന് തെരഞ്ഞെടുപ്പ് വിളംബര ജാഥയും ഒപ്പം തന്നെ EVM മെഷീനിൻ്റെ വിതരണവും അടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായി നടക്കുക. അതിനൊപ്പം തന്നെ ഇന്ന് വി മുരളീധരൻ അടക്കമുള്ള പലരും ഇന്ന് ജനങ്ങളിലേക്ക് നേരിട്ട് സംവദിക്കാനടക്കം ഈ ഒരു ജനങ്ങളിലേക്ക് അടക്കം ഇറങ്ങും. രഞ്ജിത്ത്, സാരംഗ് സുധാകരൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. KV ബൈജു കാസർഗോട്ട് നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ബൈജു, കാസർഗോട്ടെ കാര്യങ്ങൾ ഇന്നിപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളൊക്കെ ജനങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ അവർ പ്രചരണ രംഗത്തുണ്ട് എന്നുള്ളതാണ്. നിശബ്ദ പ്രചരണ ദിവസമാണ്. എന്തൊക്കെയാണ് പദ്ധതികൾ? കാസർഗോട്ടും മഞ്ചേശ്വരത്തുമൊക്കെ കേരളം കാത്തിരിക്കുന്ന റിസൾട്ടുകൾ വരേണ്ട മണ്ഡലങ്ങളാണല്ലോ. തീർച്ചയായും രഞ്ജിത്തെ, കൊടുങ്കാറ്റിന് ശേഷമുള്ള ശാന്തത എന്നൊക്കെ പറയാം. അത്തരത്തിൽ നിശബ്ദ പ്രചരണം ഇന്ന് രാവിലെ മുതൽ തന്നെ ഓരോ സ്ഥാനാർത്ഥികളും അവരുടെ അവസാന വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ്. വിട്ടുപോയവരെ കാണുക, വീണ്ടും അവസാനമായി കാണുക, പ്രമുഖ വ്യക്തികളെയൊക്കെ കാണുക, അത്തരം കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായും സ്ഥാനാർത്ഥികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുക. എന്തായാലും വലിയ തോതിൽ കാടിളക്കിയുള്ള പ്രചരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ ഉണ്ടായിരുന്നത്. ദേശീയ നേതാക്കളൊക്കെ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെല്ലാം ശേഷം ഇനി ഒറ്റ രാത്രി മാത്രം പോളിംഗ് ബൂത്തുകളിലേക്ക് എത്താൻ. എന്തായാലും കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം രഞ്ജിത്ത് പറഞ്ഞത് തന്നെയാണ് വളരെ പ്രധാനം. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന BJPക്ക് വിജയ സാധ്യതയുള്ള 2 മണ്ഡലങ്ങളുള്ള ജില്ലയാണ് അത്. മഞ്ചേശ്വരത്തും കാസർഗോഡുമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്നത് BJP മഞ്ചേശ്വരത്താണ്. പക്ഷേ അതേസമയം തന്നെ UDFും വലിയ ആത്മവിശ്വാസത്തിലാണ്. ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നാണ് AKM അഷ്റഫ് മഞ്ചേശ്വരത്ത് കഴിഞ്ഞ തവണ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും K. സുരേന്ദ്രൻ ഇന്നലെ തന്നെ ഇവിടെ നിന്നും പോയിരുന്നു. കാരണം അദ്ദേഹത്തിന്
കാസർഗോഡ് ജില്ലയിൽ വോട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ വലിയ തോതിലുള്ള ഒരു കൊട്ടിക്കലാശം ഇന്നലെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ കാണാൻ സാധിച്ചില്ല. അതേസമയം കാസർഗോഡ് വലിയ തോതിലുള്ള ഒരു കൊട്ടിക്കലാശം തന്നെ ഉണ്ടായി എന്ന് പറയേണ്ടി വരും. അത് മൂന്ന് മുന്നണികളും ശക്തമായ പോരാട്ടം നടക്കുന്ന മഞ്ചേശ്വരം മണ്ഡലത്തിൽ, കാസർഗോഡ് മണ്ഡലത്തിൽ അങ്ങനെയായിരുന്നു കൊട്ടിക്കലാശം ഉണ്ടായത്. ഉദുമയിലും കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂറും LDFന്റെ വലിയ കുത്തക മണ്ഡലങ്ങളാണ് ഇതിൽ. കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂറും ഇവിടെ അടിയൊഴുക്കുകൾ ഉണ്ടാകുമോ? സന്ദീപ് വാര്യർ എത്തിയതോടുകൂടി തൃക്കരിപ്പൂറും വലിയ തോതിലുള്ള ഒരു ശ്രദ്ധാ കേന്ദ്രമായിരുന്നു. വലിയ പ്രതീക്ഷ ഇത്തവണ UDFനുള്ള ഒരു മണ്ഡലമാണ് തൃക്കരിപ്പൂർ. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള അടിയൊഴുക്കുകൾ ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും വലിയ തോതിൽ പരസ്യ പ്രചാരണം ഉണ്ടായ, വലിയ തോതിൽ പ്രചാരണമുണ്ടായ ഒരു ജില്ല. ആ ജില്ലയിൽ ഇത്തരത്തിൽ നിശബ്ദമായ പ്രചരണത്തിലേക്ക് ഇന്ന് കടക്കുന്നു. കൂടുതൽ ആളുകളെ ഇന്ന് കാണാനുള്ള ഒരു ഓട്ട പാച്ചിലായിരിക്കും എല്ലാ സ്ഥാനാർത്ഥികളും ഉള്ളത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പുമായുള്ള ഒരുക്കങ്ങളും ജില്ലയിൽ പൂർത്തിയായിട്ടുണ്ട്. രാവിലെ 8 മണി മുതൽ തന്നെ പോളിംഗ് സാമഗ്രിയുടെ വിതരണം ആരംഭിക്കുമെന്നാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രശ്നബാധിത ബൂത്തുകളും അതീവ പ്രശ്നബാധിത ബൂത്തുകളും ഉണ്ട്. അവിടെയെല്ലാം വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെ സുരക്ഷാ നടപടികളും പൂർത്തിയായിട്ടുണ്ട്. ഏതായാലും ശക്തമായ മത്സരം നടക്കുന്ന 2 മണ്ഡലങ്ങൾ, അതോടൊപ്പം ഈ UDF വലിയ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഉദുമയും തൃക്കരിപ്പൂറും, ഇങ്ങനെ രാഷ്ട്രീയ കേരളം വലിയ ചർച്ച ചെയ്ത ഒരുപാട് ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർന്നു വന്ന ഒരു ജില്ലയാണ്. എന്തായാലും ഇനി അവസാനമായും ഓരോ ആളുകളെയും കാണാനുള്ള ഓട്ടത്തിൽ തന്നെയാണ് ഓരോ സ്ഥാനാർത്ഥികളും ഉള്ളത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും അവസാനവട്ട പ്രചരണം അത് നടക്കുകയാണ്. ഇന്നൊരു ദിവസം കൂടി മാത്രമാണ് വോട്ടുറപ്പിക്കാൻ ബാക്കിയുള്ളത് സ്ഥാനാർത്ഥികൾക്ക്. അതിനുള്ള തീവ്ര ശ്രമത്തിൽ തന്നെയാണ് അവരെന്ന് വേണം കരുതാൻ. നവമി ദിനേശ് കൊച്ചിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. നവമി, കൊച്ചിയിലെ സാഹചര്യം ഇന്നലെ വലിയ ആവേശമായിരുന്നു. തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിൽ നമ്മൾ കണ്ടതാണ് ആ ആവേശം ഉടനീളം. വലിയ തോതിൽ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളുണ്ട്. UDF ഏറെ പ്രതീക്ഷയർപ്പിക്കുന്ന ഒരു ജില്ലയാണ്. മന്ത്രിമാർ മത്സരിക്കുന്ന മണ്ഡലങ്ങളുണ്ട്. അങ്ങനെ കേരളം കാത്തിരിക്കുന്ന ഫലം ലഭിക്കേണ്ട നിരവധി മണ്ഡലങ്ങളുണ്ട്. അവിടെ എങ്ങനെയാണ് VIP സ്ഥാനാർത്ഥികളൊക്കെ ഇന്നത്തെ ദിവസങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? രാവിലെ മുതൽ തന്നെ അവർ ഫീൽഡിലുണ്ടോ? രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ കൊട്ടിക്കലാശം അതിഗംഭീരമായി തന്നെയായിരുന്നു എറണാകുളം ജില്ലയിലെ 14 മണ്ഡലങ്ങളിലും നടന്നത്. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അതിൽ ഗ്ലാമർ പോരാട്ടങ്ങൾ നയിക്കുന്ന 2 പേർ, ഒന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും മറ്റൊന്ന് മന്ത്രി P രാജീവുമാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലമായിട്ടുള്ള പറവൂരിൽ അവിടെ അതിഗംഭീരമായിട്ടുള്ള കൊട്ടിക്കലാശമായിരുന്നു. വലിയ ജനസാഗരം തന്നെയായിരുന്നു. മന്ത്രി P രാജീവിന് വേണ്ടി ഇന്നലെ റാപ്പർ വേടനെത്തി പാട്ടുപാടി. പ്രവർത്തകരുടെ വലിയ ആവേശമുണ്ടായിരുന്നു. പ്രവർത്തകരെ കയ്യിലെടുത്തിട്ടൊക്കെയാണ് റാപ്പർ വേടനും മടങ്ങിയത്. അങ്ങനെ എറണാകുളം ജില്ല നമുക്കറിയാം പൊതുവെ കോൺഗ്രസിന് അനുകൂലമാകുന്ന ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ 2 തവണയും ഈ UDFിനെതിരായിട്ടുള്ള ഒരു തരംഗമുണ്ടായപ്പോൾ പോലും 9 സീറ്റ് എറണാകുളം ജില്ലയിൽ പിടിച്ചെടുക്കുവാൻ കോൺഗ്രസിന് കഴിഞ്ഞു. ഇത്തവണ കൈവിട്ടു പോയ മറ്റ് മണ്ഡലങ്ങളും കൂടി 5 മണ്ഡലങ്ങളും കൂടി തിരിച്ചെടുക്കുക എന്നൊരു ലക്ഷ്യമാണ് UDFിനുള്ളത്. പ്രത്യേകിച്ച് കളമശ്ശേരി, കൊച്ചി പോലുള്ള മണ്ഡലങ്ങൾ. കൊച്ചിയിൽ നമുക്കറിയാം മുഹമ്മദ് ഷിയാസ് ആണ് അവിടെ സ്ഥാനാർത്ഥി. ഷിയാസിന് വേണ്ടിയും രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എത്തി. അവിടെ KJ മാക്സിയിൽ നിന്നും മണ്ഡലം പിടിച്ചെടുക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് മുഹമ്മദ് ഷിയാസ് ഉള്ളത്. പിന്നീടുള്ളത് തൃപ്പൂണിത്തുറയാണ്. നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളായി മന്ത്രിയായിരുന്ന കെ ബാബുവിൻ്റെ മണ്ഡലമായിരുന്നു. ബാബു ഇപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ പയ്യെ ഒന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഉൾവലിഞ്ഞു നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായിയാണ് ദീപക് ജോയിയാണ് അവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത്. അവിടെയും വലിയ പോരാട്ടം തന്നെയാണ്. ഒപ്പം പെരുമ്പാവൂരുമാണ് മറ്റൊന്ന്. നമുക്കറിയാം എൽദോസ് കുന്നപ്പള്ളിയെ മാറ്റിയിട്ടാണ് മനോജ് മൂത്തേടം വന്നത്. അവിടെയൊക്കെ വലിയ രീതിയിൽ പ്രചാരണമൊക്കെ ശക്തമാക്കിയിരിക്കുകയാണ് UDF സ്ഥാനാർത്ഥികൾ. കളമശ്ശേരി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ, കൈവിട്ടുപോയ 5 മണ്ഡലങ്ങളും കുന്നത്തുനാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് വലിയ ആവേശം UDF ക്യാമ്പുകളിൽ കാണുന്നത്. പക്ഷേ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവർ വലിയ ആത്മവിശ്വാസമില്ല. കാരണം അറിയാം ഇത് കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലം തന്നെയാണ് ഈ എറണാകുളം ജില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെട്ടു പോകരുത് എന്നൊരു രീതിയിൽ തന്നെയാണ് അവരും ശക്തമായി പ്രവർത്തിക്കുന്നത്. ഇത്തവണ BJP എല്ലാ മണ്ഡലങ്ങളിലും വലിയ രീതിയിൽ തന്നെ NDA വലിയ രീതിയിൽ തന്നെ വോട്ടുകൾ ഉറപ്പിക്കും അല്ലെങ്കിൽ വോട്ട് ഉയർത്തും എന്നൊരു വിശ്വാസം തന്നെയാണ്
NDA ക്യാമ്പിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2020 സ്ഥാനാർത്ഥികളാണ്. ഒന്ന് അഞ്ജലി നായരും അഞ്ജലി നായർ തൃപ്പൂണിത്തുറയിലും തൃക്കാക്കരയിൽ അഖിൽ മാരാരുമാണ്. ഇവരുമൊക്കെ വലിയ പ്രചാരണം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയത്. അതിൽ തൃപ്പൂണിത്തുറയിൽ BJP ആദ്യമായി നഗരസഭ കൈവരിച്ചതാണ്. പക്ഷേ അവിടെ BJP സ്ഥാനാർത്ഥിയെ നിർത്താത്തതിൽ പ്രവർത്തകർക്കിടയിലും നേതാക്കൾക്കിടയിലും ഒക്കെ വലിയ വിമർശനവും അമർഷമൊക്കെ ഉണ്ടെങ്കിൽ പോലും അഞ്ജലി നായർക്ക് വേണ്ടി അവിടെ പ്രവർത്തനത്തിന് ഇറങ്ങാനൊക്കെ പ്രവർത്തകർ തയ്യാറായിട്ടുമുണ്ട്. അതുമൊക്കെ നമ്മൾ ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങൾ ഒന്ന് തന്നെയാണ്. എന്തായാലും എറണാകുളം ജില്ല ഇത്തവണ ആർക്കൊപ്പമായിരിക്കും? ഈ കഴിഞ്ഞ തവണത്തെ പോലെ കോൺഗ്രസിന് പൂർണ്ണ ആധിപത്യം ഉണ്ടാകുമോ എന്നതൊക്കെ നമുക്ക് ഇനി അറിയാനായി ഒരു ദിവസങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിൽ ഇത്തവണ 12 സീറ്റ്, ഈ 14 സീറ്റിൽ 12 സീറ്റെങ്കിലും പിടിച്ചെടുക്കുമെന്ന കടുത്ത ആത്മവിശ്വാസം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും എറണാകുളം ജില്ലയിലെ മറ്റ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളും അതോടൊപ്പം തന്നെ പ്രവർത്തകരുമൊക്കെ ആവേശത്തോടുകൂടി പറയുന്നത്. ഒട്ടും ആവേശം കുറയാതെ തന്നെ ഇടത് ക്യാമ്പും സജീവമായി തന്നെ പ്രചാരണത്തിനുമുണ്ട്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും വലിയ തോതിൽ ഉള്ള പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് സ്ഥാനാർത്ഥികൾ മാറുന്നു എന്നുള്ളത് നിർണായകമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം അല്ലെങ്കിൽ ജില്ല എന്നുള്ളത് കണ്ണൂരാണ്. കണ്ണൂരിൽ വലിയ പ്രചരണ കോലാഹലങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കണ്ണൂരിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഇത്തവണ വ്യത്യസ്തമാണ്. CPM വിട്ട 2 പ്രമുഖർ അവിടെ സ്ഥാനാർത്ഥികളായി പാർട്ടിക്കെതിരെ UDF പിന്തുണയോടെ മത്സരിക്കുന്നുണ്ട്. അതൊക്കെ വലിയ ചർച്ചയായിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ K. സുധാകരൻ ഉയർത്തിയ വിപ്ലവം അതേപോലെ തന്നെ പാർട്ടിക്കെതിരെ കണ്ണൂരിൽ നടക്കുന്നുണ്ട് എന്നത് പ്രധാനമാണ്. KV ബൈജു ഉണ്ട്. ബൈജു, കണ്ണൂരിൽ ഇന്നലെ എങ്ങനെയുണ്ടായിരുന്നു വൈകുന്നേരത്തെ കൊട്ടിക്കലാശമൊക്കെ? അവിടെ ഈ UDFൻ്റെ പിന്തുണയോടെ മത്സരിക്കുന്ന തളിപ്പറമ്പിലും പയ്യന്നൂരിലും മറ്റും ആ വാശി ആവേശമൊക്കെ ഉണ്ടായിരുന്നോ കൊട്ടിക്കലാശത്തിൽ? ഇന്ന് എന്തൊക്കെയാണ് അവിടെ പരിപാടികൾ? രഞ്ജിത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് കണ്ണൂർ. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടെയും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെയും ജില്ല. വളരെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ വരേണ്ടത് നാളെ കണ്ണൂർ ജില്ലയിൽ നിന്നായിരിക്കും. അത്തരത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രി രാവിലെ തന്നെ വോട്ട് ചെയ്യും, അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാവും. കാരണം നമുക്കറിയാം ഇന്നലെയൊക്കെ വലിയ തോതിൽ വിവാദമായ പരാമർശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത്തരത്തിൽ UDFനെ കടന്നാക്രമിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നാളെയും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാലും കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും എടുത്തു പറയുന്നത് സംഘർഷ സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നതാണ്. അതിനെ തുടർന്ന് ഇന്നലെ 6 മണി മുതൽ നാളെ രാത്രി 12 മണി വരെ ജില്ലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 7000-ഓളം പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. വലിയ തോതിൽ സംഘർഷ സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉള്ള ഒരു ജില്ലയാണ്. പ്രത്യേകിച്ച് തളിപ്പറമ്പ് പയ്യന്നൂർ മണ്ഡലങ്ങൾ തന്നെയാണ് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ തീപാറുന്ന മത്സരം നടക്കുന്നത്. UDFനെ സംബന്ധിച്ചിടത്തോളം സംഘടനാ സംവിധാനം ദുർബലമായ ഈ 2 സ്ഥലത്ത് ഇത്തവണ ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല UDFനുള്ളത്. കാരണം വിമതരായ CPIMന്റെ വിമത സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നു. വലിയ വിജയപ്രതീക്ഷ അവിടെ വെച്ചു പുലർത്തുന്നു. പയ്യന്നൂരിലാണ് V. കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുന്ന സ്ഥലത്ത് വലിയ തോതിൽ അഴിമതി ആരോപണം പാർട്ടിക്കെതിരെ, പാർട്ടിയെ വലിയ പ്രതിരോധത്തിലാക്കിയ ആരോപണങ്ങളൊക്കെ ഉയർന്നൊരു മണ്ഡലം. അതോടൊപ്പം TK ഗോവിന്ദൻ ഇവിടെ തളിപ്പറമ്പും വലിയ ശ്രദ്ധാ കേന്ദ്രമായി തന്നെ പറയേണ്ടി വരും. സ്വജനപക്ഷപാതം, അതോടൊപ്പം വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കൽ, അങ്ങനെ തുടങ്ങി നിരവധി വിവാദങ്ങൾ ഒരുപക്ഷെ ഈ പരസ്യ പ്രചാരണ ഘട്ടത്തിലെല്ലാം ഉയർന്നു വന്നത് തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും ഉൾപ്പെടെ കണ്ണൂർ ജില്ലയിലെ വിഷയങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ഉയർന്നുവെന്ന് പറയേണ്ടി വരും. അങ്ങനെയുള്ള ഒരു ജില്ലയിൽ നിലവിൽ 9 ഇടത്താണ് LDF സീറ്റുള്ളത്, വിജയിച്ചിട്ടുള്ളത്. ആ 9 മണ്ഡലങ്ങളും നിലനിർത്താനാവുമോ? KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മത്സരിക്കുന്ന ഗ്ലാമർ പോരാട്ടം നടക്കുന്ന പേരാവൂരിൽ എന്ത് സംഭവിക്കും? KK ശൈലജ അവിടെ അട്ടിമറി വിജയം ഉണ്ടാകുമോ? അതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന സ്ഥലത്ത് ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അബ്ദുൾ റഷീദാണ് അവിടെ സ്ഥാനാർത്ഥി. നമുക്കറിയാം തളിപ്പറമ്പിൽ കഴിഞ്ഞ തവണ ഭൂരിപക്ഷം പകുതിയോളം കുറച്ച അബ്ദുൾ റഷീദിനെ നിസ്സാരനായി കാണാൻ പറ്റില്ല. വലിയ തോതിലുള്ള വെല്ലുവിളി അവിടെ നേരിടുന്നുണ്ട്. ഏതായാലും വിജയിക്കുമെങ്കിലും ഭൂരിപക്ഷം എത്രത്തോളം ഉണ്ടാകും എന്നതാണ് ഏറ്റവും പ്രധാനമായും ഉറ്റുനോക്കുന്നത്. ഏതായാലും അത്തരത്തിൽ വലിയ തോതിൽ സംഘർഷ സാധ്യത നിലനിൽക്കുന്നു. CPIMനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾ അങ്ങനെ കണ്ണൂർ ജില്ലയും സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ശ്രദ്ധാകേന്ദ്രമാകുന്നു. നാളെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങളും രാവിലെ കണ്ണൂരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. രഞ്ജിത്ത്, ശരി. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹിതരുണ്ട്. ശരണ്യ, ആലപ്പുഴയിൽ G. സുധാകരൻ ഉയർത്തിയ എതിർ ശബ്ദങ്ങൾ അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി വരുന്നു. അസാധാരണമായ സാഹചര്യത്തിലൂടെ പാർട്ടി കടന്നു പോകുന്നു. അത് അമ്പലപ്പുഴയിൽ മാത്രമല്ല സമീപ മണ്ഡലങ്ങളിലും പ്രകമ്പനം സൃഷ്ടിക്കുമെന്നുള്ള പ്രതീക്ഷ
UDF-നുണ്ട്, സംശയമില്ല. എന്താണ് അവസാന ദിവസത്തെ അവിടുത്തെ തെരഞ്ഞെടുപ്പ് കാഴ്ചകൾ? രഞ്ജിത്ത്, ആലപ്പുഴയിൽ വളരെ ആവേശകരമായി തന്നെ മത്സരം പോകുന്നു എന്നുള്ളതാണ് ഇത്തവണ. അതായത് ഇടത് കോട്ട എന്ന് തന്നെയാണ് പലപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഇത്തവണ അത്തരത്തിൽ എളുപ്പമുള്ള ഒരു മത്സരമല്ല ആലപ്പുഴയിൽ ഇടത് കേന്ദ്രങ്ങൾക്ക് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം വിവിധ മണ്ഡലങ്ങളിൽ വാശിയേറിയ മത്സരമാണ് ആലപ്പുഴ ജില്ലയിൽ ഉള്ളത്. അരൂർ തൊട്ട് നമ്മൾ കായംകുളത്തേക്ക് വരെ എത്തുകയാണെങ്കിൽ, വടക്ക് അരൂർ തൊട്ട് കായംകുളം വരെ എത്തുകയാണെങ്കിൽ എല്ലായിടത്തും ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെക്കാനായി UDF-ന് കഴിയുന്നു എന്നുള്ളതാണ്. പലയിടങ്ങളിലും ശക്തമായ, ഇപ്പോൾ ഹരിപ്പാട് അടക്കമുള്ള മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് കൊണ്ടുവരാൻ NDA-ക്കും കഴിഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ BJP-യും വെല്ലുവിളി ഉയർത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായ മുന്നേറ്റം ഉണ്ടാക്കുന്ന, BJP-യൊക്കെ ഉണ്ടാക്കുന്ന ഹരിപ്പാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രവചനാതീതമായ ഒരു മത്സരത്തിലേക്ക് ആലപ്പുഴ ജില്ല കടക്കുന്നു എന്ന് പറയാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമ്പലപ്പുഴ എന്നുള്ളത് വളരെ വാശിയേറിയ, വിവിധ LDF-നും UDF-നും വളരെയധികം വാശിയേറിയ ഒരു മണ്ഡലമാണ്. കാരണം G. സുധാകരന്റെ കൊഴിഞ്ഞുപോക്ക്, അത് CPM കോട്ടകൾ പ്രഹരമേൽപ്പിച്ചിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം CPM-ന് ഉള്ള ഒരു മണ്ഡലം. അതേസമയം സുധാകരനെടുത്ത നിലപാടുകൾ ശരിയായിരുന്നുവെന്നും UDF-ലേക്കുള്ള അദ്ദേഹത്തിന്റെ കടന്നുവരവ് അത് ഗുണകരമെന്നും ഉള്ള ഒരു വിലയിരുത്തലിലേക്ക് കൊണ്ടെത്തിക്കേണ്ട ആവശ്യം KC വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസ് നേതൃത്വത്തിനും ഉണ്ട്. അതുകൊണ്ട് അമ്പലപ്പുഴയാണ് സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധേയമായ മണ്ഡലങ്ങളിൽ ഒന്നായി അമ്പലപ്പുഴ മാറുന്നു എന്നുള്ളതാണ്. ഇന്നലെ കൊട്ടിക്കലാശം അടക്കമുള്ള കാര്യങ്ങൾ വളരെ ആവേശകരമായി തന്നെ അമ്പലപ്പുഴയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിൽ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ചെങ്ങന്നൂർ അടക്കമുള്ള മേഖലകളിൽ ഒരു ആധിപത്യം LDF-ന് ഉണ്ടായിരുന്നു. എന്നാൽ അത് എത്രമാത്രം, അല്ലെങ്കിൽ ഒരു വിജയത്തിലേക്ക് എത്തുവാണെങ്കിലും എത്രമാത്രം ഭൂരിപക്ഷം ഉയർത്താൻ കഴിയുമെന്നുള്ള ചോദ്യം നിലനിൽക്കുന്നു. കോട്ടയായ CPM-ന്റെ കോട്ടയെന്ന് നേരത്തെ വിശേഷിപ്പിച്ചിരുന്ന പഞ്ചായത്തുകളുള്ള ചേർത്തല മണ്ഡലം അടക്കമുള്ള ഇടങ്ങൾ, അവിടെയൊക്കെ കനത്ത മത്സരം, മന്ത്രി P. പ്രസാദ് മത്സരിക്കുന്ന ഇടമാണ്. അവിടെയൊക്കെ കടുത്ത മത്സരം കൊണ്ടുവരാനായി കഴിയുന്നു. ഇപ്പോൾ UDF ആലപ്പുഴയിലേക്ക് പോവുകയാണെങ്കിൽ യുവ നേതാവായ KSU നേതാവായ AD തോമസിന്റെ സ്ഥാനാർത്ഥിത്വം, മത്സ്യത്തൊഴിലാളിയായ യുവാവിന്റെ സ്ഥാനാർത്ഥിത്വം, അങ്ങനെ പല രീതിയിലുള്ള സ്ഥാനാർത്ഥികളടക്കം പല വ്യത്യസ്തതകൾ കൊണ്ടുവന്ന് ഏകപക്ഷീയമായ മത്സരത്തെ പിടിച്ചടക്കാനുള്ള ഒരു നീക്കം വിവിധ മുന്നണികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആലപ്പുഴയിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. ഇന്നലെ പലയിടങ്ങളിലും കലാശക്കൊട്ടുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ ഉണ്ടായി. കായംകുളത്തും ഹരിപ്പാടും സംഘർഷമുണ്ടാകുന്നു. കായംകുളത്ത് UDF-ന് പ്രചാരണ വാഹനം തകർക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും പൊതുവെ ചില സംഘർഷങ്ങളൊക്കെ ആലപ്പുഴ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്കിനി മറ്റ് പ്രധാനപ്പെട്ട ജില്ലകളിലേക്ക് കൂടി ഒന്ന് പോകണം. കോഴിക്കോട്ട് നിന്ന് MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരും. അനീഷ്, കോഴിക്കോട്ടും ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളൊക്കെ ഉണ്ട്. അത് LDF-ന്റെ കേന്ദ്രങ്ങളായ മണ്ഡലങ്ങളാണ് പ്രധാനമായും ഉള്ളത്. അവിടെയൊക്കെ UDF ശക്തി കടന്നു വരുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നത്തെ പദ്ധതികൾ എന്തൊക്കെയാണ് വോട്ടുറപ്പിക്കാൻ? കോഴിക്കോട് ജില്ല പരമ്പരാഗതമായി കുറച്ച് വർഷങ്ങളായി തന്നെ LDF-ന്റെ കൈവശമിരിക്കുന്ന ജില്ലയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 13-ൽ 11 LDF സ്ഥാനാർത്ഥികൾ വിജയിച്ചിരുന്നു. 2 മാത്രമാണ് UDF-ന് വിജയിക്കാൻ കഴിഞ്ഞത്. അത് RMPയുടെ സ്വാധീന കേന്ദ്രമായ വടകരയിലും ഒപ്പം കൊടുവള്ളിയിലും MK മുനീറായിരുന്നു അവിടെ സിറ്റിംഗ് MLA. അദ്ദേഹം കോഴിക്കോട് സൗത്തിലേക്ക് ഇത്തവണ വരും എന്നൊക്കെയുള്ള പ്രചാരണങ്ങളുണ്ടെങ്കിലും അദ്ദേഹത്തിന് സീറ്റ് നൽകാത്ത സാഹചര്യം, അവിടെ PK ഫിറോസ് യൂത്ത് ലീഗ് നേതാവ് മത്സരിക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ കണക്കിലെ കളികൾക്കപ്പുറം ഇത്തവണ കുറച്ചുകൂടി ശക്തമായ മത്സരം പല മണ്ഡലങ്ങളിലും നടക്കുന്നുവെന്ന വിവരങ്ങളാണ് നമ്മൾക്ക് കൊട്ടിക്കലാശത്തിലേക്ക് എത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതിൽ ഏറ്റവും പ്രധാനവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുമായ 2 മണ്ഡലം. ഒന്ന് ബേപ്പൂർ ആണ്. അവിടെ പിണറായി വിജയനും മരുമോനത്തിനുമെതിരായ പോരാട്ടം എന്ന് വിശേഷിപ്പിച്ചാണ് PV അൻവർ ഇടതുപാളയത്തിൽ നിന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതു വോട്ടുകൾ നേടി വിജയിച്ച MLA ഇത്തവണ മറുചേരിയിൽ നിന്ന് UDF-ന്റെ കരുത്തനായ ആളായി, അല്ലെങ്കിൽ അവരുടെ ഒരു വക്താവായി തന്നെ മാറിയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. ബേപ്പൂരിലാണ് അദ്ദേഹം മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കുന്നത്. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസമാണ് അവിടെ ഉള്ളത്. കോലീബി സഖ്യക്കാലത്ത് പോലും മറിച്ചിടാൻ കഴിയാത്ത മണ്ഡലമാണ്. അതുകൊണ്ട് ഇത്തവണത്തെ എന്ത് കാറ്റടിച്ചാലും ബേപ്പൂർ മറിയില്ല എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇടത് ക്യാമ്പുള്ളത്.
ഒപ്പം LDF കൺവീനർ മത്സരിക്കുന്ന പേരാമ്പ്രയിലാണ് മറ്റൊരു ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഇടം. അവിടെ യൂത്ത് ലീഗിൻ്റെ ഫാത്തിമ തഹ്ലിയ മത്സരിക്കുന്നു. ലീഗിലെ തന്നെ അല്ലെങ്കിൽ വനിതാ ലീഗ് ആളുകൾ പോലും എതിർത്ത് രംഗത്തെത്തിയിട്ടും അവിടെ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ ഫാത്തിമയ്ക്ക് കഴിയുന്നുണ്ട് എന്നതാണ് ഏറെ ശ്രദ്ധേയം. അവിടെ മറ്റ് വികസന വിഷയങ്ങൾക്കൊക്കെ അപ്പുറം മതം ഏറ്റവും വലിയ ചർച്ചയായി മാറിയ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ട വേദിയാണ് പേരാമ്പ്ര. അവിടെ തങ്ങളുടെ കൗവിലക്കുട്ടി എന്ന രീതിയിൽ പ്രചാരണം നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി LDF അനൗൺസ്മെൻറ്റ് വാഹനത്തിൽ പ്രചാരണം നടത്തുന്നു. പിന്നീട് അതിനെതിരെ പരാതി നൽകുന്നു. മറുവശത്തു നിന്നും LDF ക്യാമ്പിൽ നിന്നും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാണ് വോട്ട് ചോദിച്ചെന്ന് ആരോപിച്ച് പരാതിക്കാർ LDF ഔദ്യോഗികമായി പരാതി നൽകിയില്ലെങ്കിൽ പോലും മറ്റ് വ്യക്തിപരമായ പരാതികൾ ലഭിക്കുന്നു. അങ്ങനെ കൊണ്ടും കൊടുത്തുമൊക്കെ കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും ചർച്ചാ വിഷയമായി മാറിയ മണ്ഡലമാണ് പേരാമ്പ്ര. കഴിഞ്ഞ 25 വർഷമായി കോൺഗ്രസിന് ഒരു MLA-മാർ പോലുമില്ലാത്ത മണ്ഡലങ്ങളിൽ ഒന്നാണ്. ഇടുക്കി പോലുള്ള മറ്റൊരു മണ്ഡലമാണ് കോഴിക്കോട്. സുജനപാലും P. ശങ്കരനും കഴിഞ്ഞാൽ കോഴിക്കോട് നിന്നും MLA-മാർ കോൺഗ്രസിന് ഇല്ലാത്ത സാഹചര്യമുണ്ട്. എന്തായാലും ഇത്തവണ അവസ്ഥയ്ക്ക് മാറ്റം വരും. ഒന്നിലധികം MLA-മാർ കോഴിക്കോട് ജില്ലയിൽ നിന്നുണ്ടാവും എന്നാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പ് പോരാട്ടം കഴിഞ്ഞ് അത് പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ അത്തരം പ്രതീതി ജനിപ്പിക്കുന്ന കുറച്ച് മണ്ഡലങ്ങളുണ്ട്. നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചവർ തന്നെ ത്രികോണ പോരാട്ടം നടക്കുന്ന 2 മണ്ഡലങ്ങൾ, ഒന്ന് കോഴിക്കോട് സൗത്തും നോർത്തും. മറ്റിടങ്ങളിൽ കാര്യമായി BJPക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാൻ കഴിയില്ല. പക്ഷേ നഗര കേന്ദ്രീകൃതമായ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ 7 കോർപ്പറേഷൻ വാർഡുകൾ BJP പിടിച്ചെടുത്ത കോഴിക്കോട് നോർത്തിൽ എന്ത് സംഭവിക്കും എന്നത് വലിയ ആകാംക്ഷയായി ഇപ്പോഴും അവശേഷിക്കുന്നു. അവിടെ തോട്ടത്തിൽ രവീന്ദ്രൻ എന്ന സിറ്റിംഗ് MLA-യും K. ജയന്ത് എന്ന കോൺഗ്രസ് നേതാവും നവ്യ ഹരിദാസ് കുറച്ച് നാളുകളായി തന്നെ BJPയുടെ ഒരു മുഖമായി മാറിയിരിക്കുന്ന വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തോട് വിജയിച്ച നവ്യ ഹരിദാസാണ് അവരുടെ സ്ഥാനാർത്ഥി. ജനങ്ങൾ പോളിംഗ് ബൂത്തിലെത്താൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ അവിടെയും സ്ഥാനാർത്ഥികൾ ഇന്ന് ഒരു ഓട്ടപ്രദക്ഷിണത്തിലാണ്. നിശബ്ദ പ്രചരണ ദിവസം വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട ഓട്ടത്തിന് സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിലെ പ്രധാന വ്യക്തികളെ ഉൾപ്പെടെ സന്ദർശിച്ചാവും വിവിധ സ്ഥാനാർത്ഥികളുടെ പ്രവർത്തനങ്ങൾ. മധ്യകേരളത്തിൽ മുന്നണികൾ വെച്ചു പുലർത്തുന്ന പ്രതീക്ഷകളുടെ വിവരവുമായി G. ശ്രീജിത്ത് ശരിയാണ്. ശ്രീജിത്ത്, കേരള കോൺഗ്രസുകളുടെ പോരാട്ടം, കോൺഗ്രസിനും അവിടെ വലിയ സ്വാധീനമുള്ള സ്ഥലം, സമീപകാലത്തായി NDA പല സ്ഥലങ്ങളിലും നടത്തിയ കടന്നുകയറ്റം, ക്രിസ്ത്യൻ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ, ഏറെ ശ്രദ്ധേയമാകുന്ന നിരവധി മണ്ഡലങ്ങൾ ഈ മേഖലയിലുണ്ട്. നിശബ്ദ പ്രചരണ ദിവസവും തങ്ങളുടേതാക്കി മാറ്റാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് മുന്നണി സ്ഥാനാർത്ഥികൾ ഉള്ളത്. മധ്യ കേരളത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. കാലങ്ങളായി UDF അധികാരത്തിൽ വരുന്ന സമയത്തൊക്കെയും മധ്യ കേരളം വലിയ രീതിയിൽ പിന്തുണ നൽകിയിരുന്നു. പത്തനംതിട്ടയും ഒപ്പം തന്നെ ഇടുക്കിയും കോട്ടയത്തുമൊക്കെ പരമാവധി സീറ്റുകൾ UDF-ന് ലഭിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ മുന്നണി മാറ്റം മുതൽ അത് കഥ മാറുന്നു. കോട്ടയത്തും ഒപ്പം തന്നെ ഇടുക്കിയിലും പത്തനംതിട്ടയും ഒക്കെ പരമാവധി സീറ്റുകൾ LDF-ലേക്ക് മാറുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം വന്ന തെരഞ്ഞെടുപ്പാണെങ്കിൽ കൂടി ഏതാണ്ട് 5 സീറ്റും പത്തനംതിട്ടയിൽ തൂത്തുവായിരുന്നു LDF. കോട്ടയത്ത് ഭൂരിപക്ഷം സീറ്റുകളും അങ്ങനെ LDF നേടുന്നു. അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആശ്വാസമായി ഉണ്ടായിരുന്നത് കടുത്തുരുത്തിയിലെയും ഒപ്പം തന്നെ കോട്ടയത്തെയും പുതുപ്പള്ളിയിലെയും ഒക്കെ ജയങ്ങളാണ്. പാലയിൽ ജോസ് കെ മാണിയെ അട്ടിമറിച്ച് കാപ്പന് ജയിക്കാനായി എന്നുള്ളതായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാഹചര്യം. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഇത് മാത്രമല്ല ഘടകം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. പ്രത്യേകിച്ച് BJPയുടെ സ്വാധീനം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് വരുന്നത്. പാല ഒപ്പം തന്നെ കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ മേഖലകളിൽ കോട്ടയം ജില്ലയിൽ തന്നെ അത് വലിയ ചർച്ചയായി മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ ഷോൺ ജോർജ് പാലയിൽ വലിയ പ്രചരണത്തിലടക്കം കാര്യമായി മുന്നോട്ട് വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. അങ്ങനെ ഈ മണ്ഡലങ്ങളിലെല്ലാം വലിയ ത്രികോണ പോരാട്ടം ഉണ്ടാകുന്നു. വൈക്കം പോലെ NDAക്ക് വലിയ പ്രതീക്ഷയില്ലാത്ത മണ്ഡലത്തിൽ മുൻ MLA CPI MLA തന്നെ കൊണ്ടുവന്ന് വലിയ മത്സരത്തിന് ശ്രമം നടത്തുന്നു. വൈക്കത്ത് ഏറ്റവും ഒടുവിലുണ്ടായ CPI ഓഫീസിലുണ്ടായ കർഷക ആത്മഹത്യ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ താഴെത്തട്ടിൽ വലിയ പ്രചരണായുധമായി മാറുന്ന സാഹചര്യം ആണുള്ളത്. സമാനമാണ് കോട്ടയത്തിൻ്റെ പരിസരത്തുള്ള തിരുവല്ലയും ആറന്മുളയും ഒക്കെ വലിയ ത്രികോണ പോരാട്ടത്തിന് വേദിയാകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും അവസാന മണിക്കൂറുകൾ അത് തങ്ങളുടേതാക്കി മാറ്റാനുള്ള വലിയ ശ്രമത്തിലാണ് മുന്നണി സ്ഥാനാർത്ഥികളുള്ളത്. അപ്രതീക്ഷിതമാണ് പലയിടത്തെയും മത്സരങ്ങൾ. അതുകൊണ്ട് തന്നെ ഓരോ മണ്ഡലത്തിലും കുഴഞ്ഞു മറിഞ്ഞ രാഷ്ട്രീയം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആര് ജയിക്കും, ആരുടെ ജയത്തെയാണ് പുതിയ സമവാക്യങ്ങൾ ബാധിക്കുക എന്നതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാന മിനിറ്റ് തങ്ങളുടേതാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് മുന്നണികളെല്ലാം ഉള്ളത്.
സാഹചര്യം. ഏതായാലും നമുക്കിനി പത്തനംതിട്ടയിലേക്ക് ഒന്ന് പോകണം. അവിടെയും പ്രവചനാതീതമായ നിരവധി മണ്ഡലങ്ങളുണ്ട്. മിക്ക മണ്ഡലങ്ങളിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയം LDF-നായിരുന്നുവെങ്കിൽ ഇത്തവണ UDF പ്രതീക്ഷിക്കുന്ന നിരവധി മണ്ഡലങ്ങൾ കൂടി പത്തനംതിട്ടയിലുണ്ട്. ആറന്മുളയിലൊക്കെ കുമ്മനം രാജശേഖരൻ നടത്തുന്ന പോരാട്ടമുണ്ട്. അങ്ങനെ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾ കൂടിയുള്ള ഒരു ജില്ലയാണ്. ശ്രീനാരായണൻ, ഏറ്റവും ഒടുവിലത്തെ പ്രചരണ ദിവസം എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ, കാഴ്ചകൾ? രഞ്ജിത്തെ, ആവേശകരമായ ഒരു കുട്ടിക്ലാസ് ശേഷം ഒരു പടിയിറക്കം എന്ന് നമ്മൾ പറയില്ലേ, സ്വാഭാവികമായി അത്തരത്തിലാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. ഇന്നലെ വലിയ രീതിയിലാണ് 3 മുന്നണികളും വലിയ രീതിയിലുള്ള ഒരു കുട്ടിക്ലാസിനാണ് സാക്ഷ്യം വഹിച്ചത്. പ്രവർത്തകരും ആവശ്യമായിരുന്നു. എന്തായാലും കുട്ടിക്ലാസം കഴിഞ്ഞു. ഇന്ന് മുതൽ നിശബ്ദ പ്രചരണമാണ്. ആ നിശബ്ദ പ്രചരണത്തിന് സ്ഥാനാർത്ഥികൾ പ്രധാനമായും 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളും വ്യക്തികളെ കാണാനും സഭാ നേതാക്കളെ അങ്ങനെ അവർക്ക് വ്യക്തിപരമായുള്ള ചില ബന്ധങ്ങളെ കൊണ്ട് അവിടെ കേക്ക് ആണെന്നുള്ള തിരക്കിലാണ്. പ്രവർത്തകർ ഈ പറയുന്ന വോട്ട് സ്ലിപ്പുകളും മറ്റുള്ള സ്ലിപ്പുകളൊക്കെ വിതരണം ചെയ്ത തിരക്കിലാണ്. എന്തായാലും വലിയ പ്രതീക്ഷകൾ ഈ 3 മുന്നണികളും വയ്ക്കുന്നു. ആര് ജയിക്കും, ആര് ഇതിൽ നിന്നും പരാജയപ്പെടുമെന്ന കാര്യത്തിൽ നമുക്കിപ്പോൾ പറയാൻ കഴിയില്ലെങ്കിലും മുൻകാലങ്ങളിലെ കണക്കുകൾ പരിശോധിച്ചാൽ സ്വാഭാവികമായും പത്തനംതിട്ട കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF-ന് 5 മണ്ഡലങ്ങളും വിജയിക്കാനായി എന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഫലങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നു. ഇതിലുള്ള സാഹചര്യം തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് മാറി പറയുന്ന സാഹചര്യമുണ്ടായി. അത് വീണ്ടും UDF-ലേക്ക് പോകുന്ന രീതിയിലേക്ക് പല നഗരസഭകളും പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്ത് അടക്കമുള്ള മാറി പറയുന്ന സാഹചര്യമുണ്ട്. അത്തരം കാര്യങ്ങൾ വന്നപ്പോൾ പിന്നീട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് അതോടുകൂടി തന്നെ രാഷ്ട്രീയം പത്തനംതിട്ടയിലെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ LDF-ന് എത്ര സീറ്റുകൾ ലഭിക്കും, UDF-ന് എത്ര സീറ്റ് ലഭിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ആശങ്കയുള്ളത്. നിലവിലത്തെ സാഹചര്യത്തിൽ വലിയ അമിതമായ ഒരു ആത്മവിശ്വാസം UDF തീർച്ചയായും കൃഷ്ണനാരായണൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. പത്തനംതിട്ടയിലെ കൊല്ലത്തേക്ക് പോകണം. അവിടെ വിനീഷ് ഉണ്ട്. വിനീഷ്, കൊല്ലത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ അവസാനം വന്നൊരു വിവാദം, ബിന്ദു കൃഷ്ണയുടെ മകൻ ഓടിച്ച കാറ് അത് ആശ്രാമത്ത് വെച്ച് അപകടം സംഭവിച്ചു. അതുമായി ബന്ധപ്പെട്ട ചില വിമർശനങ്ങളൊക്കെ LDF-ന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. മറ്റ് പല രാഷ്ട്രീയ ആരോപണങ്ങളും മറ്റും കടന്നുപോയ ഒരു ജില്ലയാണ് കൊല്ലം. ഇന്നും സ്ഥാനാർത്ഥികളെല്ലാം സജീവമായി ഫീൽഡിൽ ഉണ്ടാകും. പ്രധാനപ്പെട്ട മറ്റാരുടെയെങ്കിലും സാന്നിധ്യമുണ്ടോ അവിടെ? തീർച്ചയായും ഇന്നലെ കൊട്ടിക്കലാശം പൂർത്തിയായപ്പോൾ തന്നെ വലിയ ആത്മവിശ്വാസം തന്നെയാണ്. ചില അനിഷ്ട സംഭവങ്ങൾ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതൊന്നും തന്നെ സാരമായി തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിന്റെ എല്ലാം വിശദീകരണം ഇന്നലെ തന്നെ പറയുകയും ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് കൊല്ലം ജില്ലയിൽ തന്നെ പറയുകയാണെങ്കിൽ UDF-ന്റെ ഒരു പ്രതീക്ഷ ഉയർത്തുന്ന ഒരു മണ്ഡലമായി തന്നെ ഇത് മാറി എന്നുള്ളതാണ്. LDF-ന്റെ ഒരു സിറ്റിംഗ് മണ്ഡലമാണ്. LDF സീറ്റ് നിലനിർത്തുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ജയമോഹനാണ് LDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നതും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ബിന്ദു കൃഷ്ണയും അവിടെ ജനത തേടുന്നുണ്ട്. അപ്പോ LDF സ്ഥാനാർത്ഥി നമുക്ക് മറ്റൊരു മണ്ഡലമാണ് കരുനാഗപ്പള്ളി. CPI സീറ്റ് തിരിച്ചുപിടിക്കാനുള്ള വലിയൊരു ശ്രമമാണ് കരുനാഗപ്പള്ളിയിൽ. LDF MLA CR മഹേഷാണ് ഭൂരിപക്ഷം കൂട്ടുവന്ന വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ്. അത് തീരദേശ വോട്ടർമാരുടെ നിലപാട് അവിടെ ആ ഒരു മണ്ഡലത്തിൽ നിർണായകവുമാണ്. നമുക്ക് മറ്റൊരു മണ്ഡലമാണ് ചാത്തന്നൂർ. ത്രികോണ മത്സരം നടക്കുന്നത് ശക്തമായ ഒരു മണ്ഡലമാണ്. LDF സ്ഥാനാർത്ഥിയായി രാജേന്ദ്രൻ, കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി സൂരജ് രവി, BJP സ്ഥാനാർത്ഥിയായി BB ഗോപകുമാർ എന്നിവരാണ് മത്സരരംഗത്തുള്ളത്. നമുക്കറിയാം BJP 2ാം സ്ഥാനത്തെത്തിയ ഒരു മണ്ഡലമാണ്. അത് ഈ ടൈമിൽ 1ാം സ്ഥാനത്തെത്തും, ആ മണ്ഡലം പിടിച്ചെടുക്കും എന്നുള്ള വലിയൊരു വിശ്വാസം തന്നെയാണ്. പക്ഷേ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും LDF-ന്റെ ഒരു സിറ്റിംഗ് മണ്ഡലമാണ്. അവിടെ കോൺഗ്രസിന്റെ സൂരജ് രവിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾ സജീവമായിരുന്നു. അവർക്കും വലിയ ആത്മവിശ്വാസം തന്നെയുണ്ട്. നമുക്കിനി ചവറയിലേക്ക് വരാം. കരിമണലിന്റെ മണ്ഡലമാണ്. ഷിബു ബേബി ജോണും സുജിത് വിജയൻ പിള്ളയും നേർക്കുനേർ മത്സരിക്കുന്ന വലിയ ഒരു മണ്ഡലമാണ്. ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. ഇവിടെ ഈ ചവറ മണ്ഡലം ഷിബു ബേബി ജോൺ തിരിച്ചു പിടിക്കുക എന്നുള്ളത് അവരുടെ RSPയുടെ ഒരു നിലനിൽപ്പിന്റെയും കൂടി ഒരു വിഷയമാണ്. അതുകൊണ്ട് ശക്തമായ മത്സരം നടക്കുന്നു. LDF വലിയ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് സുജിത് വിജയൻ പിള്ള. അതുപോലെ തന്നെ അവിടെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് SDPയുടെയും PDPയുടെയും പിന്തുണ LDF-ന് ഉണ്ട്. അങ്ങനെ വലിയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളുണ്ട്. ഇന്നലെ അവസാനം ഉയർന്നു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം, മഹാപ്രളയം മനുഷ്യനിർമ്മിതമെന്ന് ആവർത്തിച്ച മാത്യു കുഴൽനാടൻ ഇന്ന് കൂടുതൽ തെളിവുകൾ പുറത്തുവിടും എന്നുള്ളതാണ്. ഇന്നലെ മാത്യു പുറത്തുവിട്ട ഓഡിയോ ഉണ്ടാക്കിയ പ്രകമ്പനങ്ങൾ ചെറുതല്ല. ഈ കൃഷ്ണൻകുട്ടിയുടെ ഓഡിയോ അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തുമെന്നാണ് മാത്യുവിൻ്റെ വെല്ലുവിളി. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കൃഷ്ണൻകുട്ടി ഇന്നേ സമയം വരെ ഒരു കേസ് പോലും കൊടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. മാത്യു തോമസ് ആകട്ടെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾക്കും തയ്യാറായിട്ടില്ല. കൂടുതൽ രേഖകളുണ്ടെന്നും സമയബന്ധിതമായി പുറത്തുവിടുമെന്നുമാണ് ഇപ്പോൾ കുഴൽനാടൻ പറഞ്ഞു വെച്ചത്. LDF-നെ പ്രതിസന്ധിയിൽ ആക്കിയില്ലെങ്കിൽ മുഖ്യമന്ത്രി വരെ മറുപടി പറയേണ്ടി വന്നല്ലോ എന്ന നിരാശ ഇടത് കേന്ദ്രങ്ങൾക്കുണ്ട്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പുറത്തുവിട്ട രേഖകൾക്കപ്പുറം മാത്യുവിൻ്റെ പക്കൽ മറ്റൊന്നുമില്ല എന്നാണ് മറ്റ് ചില
വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. നവമി ദിനേശുണ്ട്. നവമി, മാത്യുവിൻ്റെ പക്കൽ കൂടുതൽ രേഖകൾ ഉണ്ടെങ്കിൽ അത് പ്രതിസന്ധിയിലാക്കും LDF-നെ, സംശയമില്ല. കാരണം കേരളത്തെ നേരിട്ട് ബാധിച്ചൊരു വിഷയത്തിലാണ് ഒരു മന്ത്രി, ഇപ്പോഴത്തെ മന്ത്രിയും പഴയ മന്ത്രിയും കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്. അത് വളരെ കൃത്യമായി തന്നെ ഓഡിയോ സംഭാഷണത്തിൽ വ്യക്തമാകുന്നുമുണ്ട്. അതെ രഞ്ജിത്ത്, എന്തായാലും മാത്യു കുഴൽനാടൻ വെല്ലുവിളികൾ തുടരുകയാണ്. ഇതൊരു AI ആണെന്ന് തെളിയിച്ചാൽ തന്റെ പൊതുപ്രവർത്തനം നിർത്താം, MLA സ്ഥാനം രാജിവെക്കാം എന്നീ കാര്യങ്ങളൊക്കെ മാത്യു കുഴൽനാടൻ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഒരു നിയമപരമായ അല്ലെങ്കിൽ ഒരു കേസ് പോലും ഈ ഓഡിയോ സന്ദേശത്തിനെതിരെ, താൻ പുറത്തുവിട്ട ഓഡിയോ സന്ദേശം അത് വ്യാജമാണെങ്കിൽ എന്തുകൊണ്ട് കൃഷ്ണൻകുട്ടി ഒരു പരാതി നൽകുവാനായി തയ്യാറാകുന്നില്ല എന്നുകൂടി മാത്യു കുഴൽനാടൻ ചോദിക്കുന്നുണ്ട്. ഇത് AI അല്ല എന്ന് തന്നെയാണ് മാത്യു കുഴൽനാടൻ പറയുന്നത്. ഇത് കൃഷ്ണൻകുട്ടിയുടെ സന്ദേശം തന്നെയാണ് എന്നുറച്ച് തന്നെയാണ് മാത്യു കുഴൽനാടൻ പറയുന്നത്. പക്ഷേ മാത്യു ടി തോമസ് പറയുന്നത് താൻ എന്താണെന്ന് പൊതുജനങ്ങൾക്കറിയാം. അത് അന്നും ഇത്തരത്തിലൊരു ആരോപണങ്ങൾ പുറത്തു വന്നിരുന്നു. അതിനെ പൂർണ്ണമായും കോടതി അടക്കം തള്ളുന്ന സാഹചര്യമാണ്. മാത്യു കുഴൽനാടൻ്റെ ഈ പ്രസ്താവനയെ പൂർണ്ണമായും തള്ളുകയാണ് മാത്യു ടി തോമസ്. പക്ഷേ കൃഷ്ണൻകുട്ടി പറയുന്നത് ഒരു AI ആണ് എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം ഇതിലൊരു നടപടി സ്വീകരിക്കുവാനോ ഇതിൽ കൂടുതൽ വിശദീകരണം നൽകാനോ ഒന്നും തന്നെ തയ്യാറായിട്ടുമില്ല. പക്ഷേ ഇടത് കേന്ദ്രങ്ങൾക്കൊക്കെ വലിയ അമർഷവുമുണ്ട്. കാരണം ഇത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ മാത്യു കുഴൽനാടൻ നടത്തിയ ഈ ഒരു പ്രസ്താവന അല്ലെങ്കിൽ മാത്യു കുഴൽനാടൻ പുറത്തുവിട്ട ഈ ഒരു ഓഡിയോ ക്ലിപ്പ് അത് ചെറുതായിട്ടല്ലെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ, ജനങ്ങൾ ഇതിനെ ഏതെങ്കിലും തരത്തിൽ വിധി എഴുതുന്നതിൽ കണക്കാക്കുമോ എന്നൊരു ആശങ്ക ഇടത് ക്യാമ്പിനുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി വരെ ഇതിനൊരു മറുപടി പറയേണ്ട ഒരു അവസ്ഥ വന്നല്ലോ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ അതേസമയം അവരതിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്നുണ്ട്. അത് പറയുന്നത് മാത്യു കുഴൽനാടൻ സർക്കാരിനെതിരെ എന്തൊക്കെ ആരോപണങ്ങളാണ് ഉയർത്തിയത്, അതിനൊക്കെ എത്രമാത്രം ആധികാരികതയുണ്ടായി, സുപ്രീം കോടതി വരെ തള്ളിക്കളയുന്ന സാഹചര്യം ഉണ്ടായില്ലേ എന്ന വാദമാണ് അവർ ഉന്നയിക്കുന്നത്. പക്ഷേ പ്രതിപക്ഷം ഇതിനെ വലിയ രാഷ്ട്രീയ ആയുധമായി തന്നെയാണ് ഉയർത്തിക്കാട്ടുന്നത്. പ്രത്യേകിച്ച് 2018 നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടായ ആഘാതം, നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ വിട്ടുപിരിയേണ്ട സാഹചര്യം, നമുക്കുണ്ടായ നാശനഷ്ടം, ഇതെല്ലാം ജനങ്ങളെ നേരിട്ട് ബാധിച്ച അവസാന മണിക്കൂറിൽ വലിയ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. മാത്യുവിന്റെ ഇന്നത്തെ നീക്കവും പ്രധാനമാണ്. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രവും ഗുരുവായൂർ ക്ഷേത്രവും സന്ദർശിച്ച് 6 കോടി രൂപ സംഭാവന നൽകി റിലയൻസ് ഇൻഡസ്ട്രീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനന്ത് അംബാനി. രാജരാജേശ്വരി ക്ഷേത്ര നവീകരണത്തിന് 12 കോടി നൽകുമെന്നും ഗുരുവായൂരിലെ ആനകളുടെ ക്ഷേമത്തിന് അധിക പിന്തുണ നൽകുമെന്നും അനന്ത് അറിയിച്ചു. ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളെന്ന നിലയിലാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രവും അനന്ത് അംബാനി സന്ദർശിച്ചത്. 2 ക്ഷേത്രങ്ങൾക്കും 3 കോടി രൂപ വീതം സംഭാവന നൽകി. രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ സമഗ്ര നവീകരണത്തിനായി 12 കോടി വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഇതിൽ ചരിത്ര പ്രാധാന്യമുള്ള കിഴക്കൻ ഗോപുരത്തിന്റെ പുനരുദ്ധാരണവും ഉൾപ്പെടുന്നു. രാജരാജേശ്വര ക്ഷേത്രത്തിൽ അനന്ത് അംബാനി പൊന്നുംകുടം, പട്ടം, താലി, നെയ്യമൃത് തുടങ്ങിയ പരമ്പരാഗത വഴിപാടുകൾ സമർപ്പിക്കുകയും അശ്വമേധ നമസ്കാരം നിർവഹിക്കുകയും ചെയ്തു. 2 നൂറ്റാണ്ടിലേറെയായി കേടുപാടുകളോടെ നിലനിന്നിരുന്ന ഈ ഗോപുരത്തിന്റെ പുനരുദ്ധാരണ പ്രഖ്യാപനം ഭക്തർക്കും ക്ഷേത്ര ഭാരവാഹികൾക്കും സന്തോഷം പകർന്നു. 8 മണിക്ക് ആണ് ഇവിടെ അമ്പലത്തിലെത്തിയത്. 8:30 ശേഷം 8:30 പൊന്നുംകുടം വെച്ച് തൊഴുകയുണ്ടായത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വഴിപാടായ അശ്വമേധ നമസ്കാരവും അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ക്ഷേത്രത്തിൻ്റെ വക ഒരു മൊമെൻറ്റോ കൊടുക്കുകയുണ്ടായി. വരുന്ന സമയത്ത് അദ്ദേഹത്തെ ഷാളണിച്ച് സ്വീകരിക്കുകയുണ്ടായി. നിലവിലുള്ള ഇതിന് രൂപഭംഗി യാതൊരു കോട്ടവും വരുത്താത്ത രീതിയിൽ നവീകരണ പ്രവൃത്തി നടത്തേണ്ട കാര്യം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ വന്നതിൻ്റെ കൂടി സാഹചര്യത്തിലാണ് ഒരു അഡ്വാൻസ് ആയിട്ട് ഒരു സംഖ്യ വന്നിരിക്കുന്നത്. ബാക്കി നമ്മൾ സമർപ്പിച്ചിരിക്കുന്ന DPR കൂടി പരിശോധിച്ചിട്ട് അടുത്ത ഘട്ടം തുക അനുവദിക്കുന്നതാണ് ദേവസ്വം പ്രതീക്ഷിക്കുന്നത്. അനന്ത് അംബാനിയോടൊപ്പം അടുത്ത സഹപ്രവർത്തകരും ഉണ്ടായിരുന്നു. ക്ഷേത്ര അധികാരികൾ അദ്ദേഹത്തെ പരമ്പരാഗത ബഹുമതികളോടെ സ്വീകരിച്ചു. TTK ദേവസ്വം പ്രസിഡന്റ് TP വിനോദ് കുമാർ, എക്സിക്യൂട്ടീവ് ഓഫീസർ KP വിനയൻ, മുഖ്യതന്ത്രി EP കുബേരൻ നമ്പൂതിരി, ദേവസ്വം ബോർഡ് അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തളിപ്പറമ്പിൽ നിന്നാണ് അനന്ത് ഗുരുവായൂരിലെത്തിയത്. ക്ഷേത്രദർശനം നടത്തിയ ശേഷം 3 കോടി രൂപയുടെ സംഭാവന നൽകി. വൻതാര മുഖേന മൃഗപരിപാലനത്തിനുള്ള തന്റെ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ആനക്കോട്ടയിലെ ക്ഷേമപ്രവർത്തനങ്ങൾ നടപ്പാക്കുകയെന്ന് അനന്ത് പറഞ്ഞു. ആനകൾക്കായി പ്രത്യേക ആശുപത്രിയുടെ നിർമ്മാണം, ചങ്ങലകളില്ലാത്ത അഭയകേന്ദ്രം, കൂടാതെ ആനകൾക്ക് മാനുഷികവും മാന്യതയുള്ളതുമായ ശാസ്ത്രീയ പരിപാലനം ഉറപ്പാക്കുന്ന ആധുനിക സൗകര്യങ്ങൾ വികസിപ്പിക്കൽ എന്നിവ ഉൾപ്പെടുന്നു.
ഗുരുവായൂരിൽ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് ഉൾപ്പെടെയുള്ള ക്ഷേത്രാധികാരികൾ അദ്ദേഹത്തെ സ്വീകരിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.